الحمد لله الحمد لله لا ضد له ولا ند له ولا مثيل له لا وزير له ولا نصير له ولا نظير له ولا شبيه له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأتيت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما بلى قادرين على أن نسوي بنانا بل يريد الإنسان ليفجر أماما يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر صدق الله صدق الله مولانا العلي العظيم
وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم: من قال لا إله إلا الله تنفع من قالها حتى ترد عنهم العذاب والنقمة ما لم يستخفوا بحقها. قيل: ما الاستخفاف يا رسول الله؟ قال: يظهر العمل بمعاصي الله لم ينكر ولم يغير. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. ما لي مررت على القبور مسلما خبر الحبيب فلم أرد جوابي. يا قبر ما لك لا تجيب مناديا أمللت بعدي خلة الأحباب. وعليك حبي يا رسول الله. وعليك حبي يا رسول الله. وعليك حبا يا رسول الله. من نذر العاصي صلاة الله معها تحيته سلام الله. إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സമാദരനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ, യമാനിയ എന്ന മഹത്തായ ദീനീ പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാന്യനായ കുഞ്ഞാപ്പത്തങ്ങൾ സ്വാഗത പ്രഭാഷണം നടത്തിയ ഈ സ്ഥാപനത്തിനു വേണ്ടി തന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച പ്രിയപ്പെട്ട യമാനയുടെ സെക്രട്ടറി കുഞ്ഞാപ്പു സാഹിബ്, അനുഗ്രഹീതമായ ഈ സദസ്സിന്റെ സുമൽക്കാടന കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ആത്മീയ വഴിത്താരയുടെ വഴികാട്ടിയായ ബഹുമാനനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ ബഹുമാന്യരായ പണ്ഡിത വരേണ്യർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ നാം ഏവർക്കും ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം നൽകിയതുപോലെ നാളെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിവിധ ഉദ്ദേശങ്ങളോടെ ആഗ്രഹത്തോടെ ഈ ദുആയുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ 10,000-കണക്കിന് ആളുകൾ, നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ഇവിടേക്കൊരു പ്രവാഹം പോലെ പെയ്തിറങ്ങിയ പ്രിയപ്പെട്ട വിശ്വാസികൾ, ഒരു പ്രഭാഷണം കേൾക്കുക എന്നതിനപ്പുറം ഈ സദസ്സിൽ അവസാനമായി ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്തും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശയായി, പ്രത്യാശയായി, മാറാ രോഗികളുടെയും തീരാ കടബാധ്യതയുടെയും ഒക്കെ ഒരു അവസാനത്തെ അത്താണിയായി നമ്മുടെ ഈ സദസ്സിന്റെ അവസാനത്തെ ദുആയിൽ പങ്കെടുക്കാൻ 10,000-ങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ആ ഒരു ആഗ്രഹത്തോടെ ദുആയിൽ പങ്കെടുത്ത് അവരവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തി സന്തോഷത്തോടെ പോകാൻ ഒരുമിച്ച് കൂടിയ നാം ഏവരും അല്ലാഹു സുബ്ഹാനഹു വ തആല
വിവിധങ്ങളായ ആഗ്രഹത്തോടെ ഈ സദസ്സിലേക്ക് എത്തിയ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ഗദ്ഗതങ്ങൾ അറിയുന്ന തമ്പുരാൻ എല്ലാ ദുഃഖങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാ സുഖങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടി തരുമാറാകട്ടെ. മനസ്സിന്റെ എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ മലയോര ഗ്രാമത്തിൽ ആത്മീയ ജീവിതത്തിന്റെ അത്യുന്നതമായ ഒരു വഴി നമുക്ക് കാണിച്ചു തന്ന യമാനിയയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു ദ്വിദിന പ്രഭാഷണ വേദിയാണിത്. അള്ളാഹുവിന്റെ സാമികായ കലാഹു പ്രകാരം അവന്റെ കലാ ആവണം. ഇന്നലെയും ഇന്നും ഞാനിവിടെ സംസാരിക്കേണ്ടതാണെങ്കിലും പിന്നീടുണ്ടായ ചില സമയ പുനഃക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്നൊരു ദിവസമാണ് ഈ വിനീതന് ഇവിടെ സംബന്ധിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ യാതൊരുവിധ മറയുമില്ലാതെ പറഞ്ഞാൽ ഇതിന്റെ സംഘാടകർക്കൊക്കെ ഒരൽപ്പം പരിഭവം ഉണ്ടാവാം. കാരണം ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്ത ഡേറ്റാണ്. അതിനൊരു പരിഭവം മുഖത്തില്ലെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ഒരു പരിഭവമല്ല. ബഹുമാനനായ കുഞ്ഞാപ്പു സാഹിബിനൊക്കെ ചെറിയ പരിഭവങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ക്രമീകരണങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരും നിശ്ചയിക്കുന്നതിനപ്പുറം അള്ളാഹുവിന്റെ ഒരു നിശ്ചയമുണ്ട്. ആ നിശ്ചയം അനുസരിച്ചിട്ടല്ലാതെ നമുക്കാർക്കും ഈ ഭൂമിയിൽ ഒരു കാര്യങ്ങളും നടത്താൻ സാധിക്കും. അവന്റെ കുദറത്തിന്റെ ഇറാദത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന അവൻ നിശ്ചയിക്കുന്ന ചരണത്തിനനുസരിച്ച് ധരിക്കാൻ കഴിയുന്ന ചില കളിപ്പാവകൾ എന്നതിനപ്പുറം ഈ മനുഷ്യന് ഈ ഭൂമിയിൽ വേറെ യാതൊരുവിധ ഭാഗതയോ നിർണയിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും ഇന്ന് കിട്ടുന്ന ഈ ഒരു ദിവസം നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ലോകാവസാനം തന്നെയാണ് സത്യം എന്ന ഖുർആൻ നമ്മോട് പറഞ്ഞ ഒരു പരാമർശം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ ലോകാവസാനം തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിച്ച ചില ഗൗരവമായ ചോദ്യങ്ങൾ. ഇത് ലോകാവസാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണമല്ല. ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സുനിശ്ചിതമായ സുരക്ഷിതമായ ലോകാവസാനമെന്ന ആർക്കും മറക്കാൻ കഴിയാത്ത പരമസത്യത്തെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച് ആ ലോകാവസാനത്തിൽ തകർന്ന് തരിപ്പണമായി ഭൂമിയിൽ നിന്ന് ധൂമകേതുക്കളെ പോലെ ധൂമകിളികളെ പോലെ ആകാശത്തിലേക്ക് പറന്നു പോകുന്ന പറവകളുടെ നിസ്സാരത പോലുമില്ലാത്ത മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് അല്ലാഹു ഗൗരവത്തോടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ മാത്രമല്ല, മനുഷ്യ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് നീ ഇത് ചിന്തിക്കുന്നില്ല എന്ന് പടച്ചതമ്പുരാൻ ശരത്തിന്റെ കൂരമ്പുകളെ പോലെ നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞുവിടുന്ന ചില ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ മാത്രം പറയാനാണ് ഈ വിഷയത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ദിവസം വിനിയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തോട്ട് അവതരിപ്പിക്കപ്പെട്ടതിന്റെ പുറകിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹുവിന്റെ ഖുർആന്റെ ലക്ഷ്യമെന്ന് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ചോ അതിന്റെ പുറകിലൊക്കെ അല്ലാഹുവിനൊരു ലക്ഷ്യമുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആൻ ഈ ഭൂമിയിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ലക്ഷ്യമുണ്ട്. സാധാരണ നമ്മളൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട് ഖുർആൻ ശാസ്ത്രം പറയാമെന്ന ഗ്രന്ഥമാണ്. ഖുർആൻ വാനശാസ്ത്രത്തെയും ജീവശാസ്ത്രത്തെയും പഠിപ്പിക്കാൻ ശാസ്ത്രലോകത്തിന് വഴികാട്ടിയായിട്ടാണ് ഖുർആൻ വന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലല്ല. ഈ നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഇരിക്കാനുള്ള സൗകര്യം LCD സൗകര്യം ഒക്കെ പുറകിലുണ്ട്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്ന സംഘാടകർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ നല്ല സഹോദരങ്ങൾ, ഞാൻ നിങ്ങളെ
വളരെ അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരട്ടെ. ഞാൻ ഇന്നലെ വരാതിരുന്നപ്പോ ഇന്ന് ആള് കുറവുണ്ടാകുമെന്നാണ് എന്റെ കണക്കുകൂട്ട്. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ച് ഈ മലയോര ഗ്രാമത്തിൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, വൈരാഗ്യങ്ങളും കുന്നായ്മയും കുശുകുശുപ്പും ഒന്നുമില്ലാതെ മലയോര ഗ്രാമത്തിന്റെ ഒരു നിഷ്കളങ്കതയുണ്ട്. രാവിലെ മഞ്ഞ് പെയ്യുന്ന പുലരിയിൽ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വാതില് തുറന്നു പോകുമ്പോ ആ സമയത്ത് മലയോര ഗ്രാമത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. പച്ച പുല്ലിന്റെ മുകളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു മഞ്ഞുതുള്ളി. ആ മഞ്ഞുതുള്ളിയിലൂടെ നോക്കിയാൽ ആകാശത്ത് സൂര്യന്റെ വെളിച്ചം അതിൽ കാണും. ഇത് എറണാകുളം നഗരത്തിനോ കോഴിക്കോട് നഗരത്തിനോ പറയാൻ കഴിയില്ല. ഇത് നമ്മുടെ മലയോര ഗ്രാമത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു സുന്ദരമായ കാഴ്ചയാണ്. ആ മഞ്ഞുതുള്ളിയുടെ നിർമ്മലതയാണ് മലയോരവാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ നല്ല സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ്. മുമ്പിലിരുന്ന് കേൾക്കണമെന്നൊക്കെ ഉള്ളതൊരു പൂതിയാണ്. പക്ഷെ അന്ന് ബാക്കിലോട്ട് പോയാൽ അവിടെ LCD വെച്ചിട്ടുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഈ ഭാഗത്ത് അധികം തിരക്ക് കൂട്ടാതെ എല്ലാ സഹോദരങ്ങളും ഒന്ന് ആ ഭാഗത്തേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുക. സദസ്സ് ഭംഗിയാക്കിയാൽ പ്രസംഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ മലയോര ഗ്രാമത്തിന്റെ നിഷ്കളങ്കത അങ്ങനെ ഉണ്ടെന്നാണ് എന്റെ തെറ്റിദ്ധാരണ. അള്ളാഹുവിനെ നിലനിർത്തി തരുമാറാകട്ടെ. ഉണ്ട്, ഉറപ്പാണ്. ഞാൻ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഇരിക്കുമ്പോൾ 2 കുട്ടികൾ എന്നെ കാണാൻ വന്നു. ഡേറ്റ് വാങ്ങിക്കാൻ ആളുകളുടെ തിരക്ക്, അവസാനം തിരക്ക് കൂട്ടി 1-2 ആളുകളുടെ ഷർട്ട് കീറുകയും ചെയ്തു. അവസാനം കാത്തിരുന്ന കുട്ടികൾ വന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് ഡേറ്റാ വേണ്ടത്? ദേഷ്യത്തിൽ ചോദിച്ചു. ഉസ്താദ് ഡേറ്റ് വാങ്ങിക്കാൻ വന്നാലേ ഉസ്താദ് ഒന്ന് കാണാൻ വന്നു. ഞാൻ വാതിനെവിടെയും വരുമ്പോ കാണാൻ വന്നാ പോരെ. ഞങ്ങളുടെ നാട്ടിലേക്ക് ഉസ്താദ് വന്നിട്ട് ഒത്തിരി നാളായി. ഒന്ന് കാണാൻ ഭയങ്കര പൂതി മനസ്സിൽ, അതുകൊണ്ട് കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും യാത്ര ചെയ്തു വന്നു, നിങ്ങൾക്ക് എന്താ ജോലി? ഉസ്താദെ, ഞങ്ങൾക്ക് ഈ ഗാർഡനിലൊക്കെ പുല്ല് നട്ടുവെക്കുന്ന ജോലിയാണ്. അന്നൊക്കെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആള്. വേറൊരു സഹോദരൻ വന്നു. അയാൾ ഇതേപോലെ അയാളുടെ കൃഷിയിടത്തിലുണ്ടായ വാഴക്കയും വന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, പിന്നെ മലപ്പുറത്ത് നിന്നൊക്കെ. അപ്പൊ അതൊരു സ്നേഹമാണ്. ലോകത്ത് ഒരു കോടീശ്വരൻ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടില്ല. വന്നിട്ട് ഒത്തിരി നാളായല്ലോ എന്ന് പറയുന്നത് ഒരു ഒടിഞ്ഞ വാഴക്കയും കയ്യിൽ പിടിച്ചു വരുമ്പോ, പണ്ട് കൃഷ്ണനെ കാണാൻ കുചേരൻ പോയൊരു കഥ പറയുന്നുണ്ട്. അവരും കൊണ്ട് പോകുമ്പോ കുചേരന്റെ കയ്യിൽ നിന്ന് അവര് പാത്രം താഴെ വീണു. അത് പിന്നെ ഭാര്യ എടുത്തപ്പോ അതിനകത്ത് മണ്ണ് വെച്ചു. ആ മണ്ണ് പറ്റി അവലും പിടിച്ചുകൊണ്ട് കുചേരൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പോയപ്പോ കുചേരനോട് ഭാര്യ ചോദിച്ചു, ഈ മണ്ണ് പറ്റി അവരും കൊണ്ടാണോ നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന് കാണിക്കു വെക്കാൻ പോവുകയാണ്? അപ്പോഴാണ് കുചേലൻ പറഞ്ഞത്, അങ്ങനെ ഒരു പാട്ടുണ്ട് പണ്ട്, കുലങ്കക്ഷാ കുതൂഹലം കുടയുമെടുത്തിട്ടനുകൂലയായ ഭാര്യയോട് യാത്രയും ചൊല്ലി എന്ന് പറഞ്ഞ് ഈ കല്ല് പറ്റിയ അവരുമായി ശ്രീകൃഷ്ണന്റെ മുമ്പിൽ പോകുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം കുചേരന്റെ സമ്മാനം എന്നൊരു പുരാണത്തിന്റെ ഐതിഹ്യ കഥയായിട്ട് ബുഖാരി പറഞ്ഞൊന്നുമില്ല, പറഞ്ഞു. അപ്പൊ അതൊരു സ്നേഹത്തിന്റെ പ്രതീകമാണ്. അള്ളാഹു സ്നേഹം നൽകി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിനൊരു പ്രതിഫലമുണ്ടെന്ന് ഞാൻ അവസാനം പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഉള്ള നാണക്കേട് വരുത്താതെ ഒന്ന് എല്ലാവരും ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് ഇരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കണം. വിഷയം ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലല്ല. അള്ളാഹുവിന്റെ ഖുർആനിന് 2 ലക്ഷ്യമല്ലാതെ വേറൊരു ലക്ഷ്യമേ ലോകത്തില്ല. നമ്മൾ പറയും ഖുർആൻ സൂര്യനെ കുറിച്ച് പറഞ്ഞു, ആകാശത്തെ കുറിച്ച് പറഞ്ഞു. ഉസ്താദന്മാരൊക്കെ അത് പറയുമ്പോൾ വെള്ളിയാഴ്ച പറയും, ഇപ്പൊ ഈ കണ്ടുപിടിച്ചതൊക്കെ 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. ഇത് കോപ്പർനിക്കസിനേക്കാൾ മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ നമുക്ക് കോപ്പർനിക്കസിനെ അറിയാവോട്ട് അറിയത്തില്ലതാണ്. ഗലീലിയോയെ നമുക്കറിയാമോ? അറിയില്ലതാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഖുർആന്റെ ലക്ഷ്യം. ഖുർആന്റെ ലക്ഷ്യം 2 ലക്ഷ്യമേ ഉള്ളൂ. അത് അള്ളാനെ പറയലും ആഖിറത്തെ പറയലുമാണ്. വേറൊരു ലക്ഷ്യം ഖുർആനിനില്ലേ ഇല്ല. അള്ളാഹു നമ്മുടെ മനസ്സിൽ ഇത് പതിപ്പിച്ചു തരട്ടെ. ആമീൻ പറ, ഉറക്കെ ആമീൻ പറ. അള്ളാഹു ആ ലക്ഷ്യം, ഖുർആന്റെ ലക്ഷ്യം, അതാണ് ലോകാവസാനം തന്നെയാണ് സത്യം. ആ 2 ലക്ഷ്യമല്ലാതെ വേറെ ലക്ഷ്യം അള്ളാഹുവിന്റെ ഖുർആനിനില്ല. കാരണം എന്താ? ഒരു 3 ഉദാഹരണങ്ങൾ ഖുർആനിൽ തന്നെ ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ ഏറ്റവും വലിയൊരു ശാസ്ത്രീയമായ സത്യം പറയാൻ ഒരായത്തിന്റെ പകുതി ഭാഗം മാത്രമേ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. മുഴുവൻ പറഞ്ഞിട്ട് തന്നെ ഇല്ല.
ശാസ്ത്രം പറയാനാണ് ഖുർആന്റെ ലക്ഷ്യമെങ്കിൽ ആയത്തിന് മുഴുവൻ ശാസ്ത്രത്തെ കുറിച്ച് പറയണം. അതല്ലേ വേണ്ടത്? ശാസ്ത്രം പറയാൻ അല്ലാഹു ആരെ ആയത്ത് അതിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് വസ്മസു തദ്രീരി മുസ്തഖറില്ല അദാലിക തഖദീറുൽ അസീസുൽ അലീം. അല്ലാഹു പറയുകയാണ് വസ്മസു സൂര്യഗോളം തദ്രീരി മുസ്തഖറില്ല അതെന്റെ ഭ്രമണപഥത്തിലൂടെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ രാവിലെ കിഴക്ക് നിന്ന് സഞ്ചരിച്ചു പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യഗോളം, ആ സൂര്യഗോളം സദാ സഞ്ചരിക്കുന്നുണ്ടെന്ന് തോളമയേക്കാൾ മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ യഥാർത്ഥത്തിലെ സഹോദരങ്ങളെ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞടാ, ആദ്യമായി സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് ലോകത്തോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. പക്ഷേ ഈ സത്യം അല്ലാഹു പറയുമ്പോ അള്ളാന്റെ ലക്ഷ്യം ഈ സൂര്യഗോളത്തെ കുറിച്ച് പറയലല്ല. അള്ളാഹു പറയാണ് മനുഷ്യ, ഈ ഖുർആന്റെ ആയത്ത് സൂറത്ത് യാസീൻ എഴുതി പാരായണം ചെയ്യുമ്പോ ആ സഞ്ചരിക്കുന്ന സൂര്യന്റെ ശാസ്ത്രത്തെ കുറിച്ചല്ല പരിഗണിക്കേണ്ടത്. പിന്നെയോ ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാ അദാലിക തഖദീറുൽ അസീസുൽ അലീം. അത് ഏകനും പ്രതാപവാനുമായ നയതന്ത്രജ്ഞനായ അല്ലാഹുവാണ് ഈ സൂര്യനെ കൃത്യമായി ചലിപ്പിക്കുന്നത്, അതിനെ കൃത്യമായി ഉദിപ്പിക്കുന്നത്, അതിനെ കൃത്യമായി അസ്തമിപ്പിക്കുന്നത്. അല്ലാഹു പറയുകയാണ് സൂര്യനെ കുറിച്ച് പറയാനല്ല, സൂര്യൻ സഞ്ചരിക്കുന്നെന്ന് പറയാനല്ല. പിന്നെയോ അല്ലാഹുവിന്റെ ലക്ഷ്യമേടാ ആ സൂര്യനെ സഞ്ചരിപ്പിക്കുന്നത്. അദാലിക തഖദീറുൽ അസീസുൽ അലീം. ഇത് ഏകനായ അല്ലാഹുവിന്റെ ഖുദ്റത്ത് മാത്രമാ. നാളെ ഒരു ദിവസം അല്ലാഹു പറയും സൂര്യ ഇന്ന് മുതൽ നീ സഞ്ചരിക്കണ്ട, അവിടെ തന്നെ നിശ്ചലമാകാൻ പറയുമ്പോ ഞാൻ പറയുന്ന സ്ഥലത്ത് സൂര്യൻ നിൽക്കുമെന്ന്, ഞാൻ പറയുമ്പോ അത് പൊട്ടിത്തെറിക്കുമെന്ന്, ഞാൻ പറയുമ്പോ അതിനെ ചുരുട്ടി പിടിക്കപ്പെടുമെന്ന് ഞാൻ പറയുമ്പോൾ നാളെ പരലോകം തുടങ്ങുമ്പോ ആ സർഗോളത്തെ എന്റെ വലതുഭാഗത്തൊരു പുസ്തകം കെട്ടുപോലെ ഞാൻ ചുരുട്ടി പിടിക്കുമെന്നല്ല പറയുമ്പോ അള്ളാഹുവിന്റെ ലക്ഷ്യമേടാ പടച്ചറപ്പിന്റെ കുതിരത്തിനെ കുറിച്ച് പറയലാ, അള്ളാഹിനെ കുറിച്ച് പറയല് മാത്രമാണ് ഖുർആന്റെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാദാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ ലൈല ലിബാസാ. അല്ലാഹു പറയുകയാണ് ഈ പൂക്കോട്ടുപാടത്ത് തടിച്ചുകൂടിയ ജനങ്ങളോട് ഈ ആയത്തോതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്താ, ഈ ഭൂമിയെ നിനക്ക് ഞാനൊരു വിരിപ്പാക്കി തന്നില്ലയോ, ആകാശത്തെ നിനക്ക് ഞാനൊരു മേലാപ്പാക്കി തന്നില്ലയോ, നിനക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഈ നിലമ്പൂർ മലയോര ഗ്രാമത്തിന് നിനക്ക് ഭക്ഷിക്കാൻ എത്രയോ ധാന്യമണികളാണ് ഞാൻ മുളപ്പിച്ചു തന്നത്. വയലിലെ ധാന്യമണികൾ, മരച്ചീനി കിടങ്ങുകൾ, നിനക്ക് ഭക്ഷിക്കാൻ ഭാഗത്ത് കാപ്പി കുരുവും മടക്കയും എവിടെയൊക്കെയാണ് നിനക്ക് വേണ്ടി പച്ചമണ്ണിന് ഞാൻ മുളപ്പിച്ചു തന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു നമ്മളെ ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. ആകാശം, ഭൂമി, നാണ്യവിളകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുകയാ എടാ ഇതൊന്നും പറയാനല്ല ഖുർആൻ വന്നത്, ഞാൻ പറയുന്നത് എന്തെന്നറിയോ, ഇന്ന യൗമൽ ഫസ്ലി കാന മിഖാതാ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഖൂന അഫ്വാദാ. ആകാശവും ഭൂമിയും പറയലല്ല ലക്ഷ്യം, ഇന്ന യൗമൽ ഫസ്ലി കാന മിഖാതാ. നാളെ ഈ സൂര്യൻ തകർക്കപ്പെടുന്ന, ഈ ഭൂമി തകർന്ന് തരിപ്പണമാകുന്ന ഒരു പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് നിങ്ങൾ എല്ലാവരും കൂട്ടം കൂട്ടമായി നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടവരാ. അല്ലാഹുവിന്റെ ലക്ഷ്യശാസ്ത്രം പറയലല്ല, നിങ്ങൾ എന്റെ മുമ്പിൽ കൂട്ടത്തോടെ വന്ന് നിൽക്കേണ്ടവരാണ്. അന്ന്
നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ നീ വിളിക്കുന്ന ഒരാളും ഉണ്ടാവില്ലടാ എന്ന പരമപ്രധാനമായ പേടിപ്പിടിപ്പിക്കുന്ന ലക്ഷ്യം പറയാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വന്നത്. അല്ലാതെ ഖുർആൻ പറഞ്ഞത് സയൻസ് പഠിപ്പിക്കാനല്ല, ഖുർആൻ വന്നത് അസ്ട്രോണമി പഠിപ്പിക്കാനല്ല, ഖുർആൻ വന്നത് ബയോളജി പഠിപ്പിക്കാനല്ല, ഖുർആൻ പറഞ്ഞത് തേരട്ടെ പറയാമെന്നതല്ല, ഖുർആൻ വന്നത് ചരന്തി പറയാമെന്നതല്ല. അതൊക്കെ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഖുർആൻ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ എന്നതിനപ്പുറം അതിന്റെയൊക്കെ പുറകിലുള്ള ലക്ഷ്യമേടെന്നറിയോ? അതിന്റെ പുറകിലുള്ള ലക്ഷ്യമേടെന്നറിയോ? ആ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. അത് പടച്ചറപ്പിനെ പരിചയപ്പെടുത്തുക, പരലോകത്തെ പരിചയപ്പെടുത്തുക. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് മുഴുവനും അള്ളാഹു വേറൊരു കാര്യവും പറഞ്ഞിട്ടില്ല. അതിന് പറഞ്ഞത് മരണം മാത്രം, അതിന് പറഞ്ഞത് പരലോകം മാത്രം. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, നമ്മുടെ വിഷയം ഇന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായത്തിലൊരു അധ്യായത്തിൽ അള്ളാഹു വേറൊരു ശാസ്ത്രം പറഞ്ഞില്ല. പറഞ്ഞത് പരലോകം മാത്രം, പറഞ്ഞത് ഭരണത്തെ കുറിച്ച് മാത്രം. ആ സൂറത്താണ് അലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ലോകാവസാനം തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആനിൽ അള്ളാഹു ഒരു സൂറത്ത്, ആ സൂറത്ത് പഠിച്ച ഇൻഷാല്ലാഹ് വിഷയം തോന്നുന്നു. ആ സൂറത്തിൽ വേറൊരു പരാമർശവുമില്ല, ശാസ്ത്രമില്ല, സാങ്കേതികയില്ല, ജനസംഖ്യയില്ല, അസ്ട്രോണമി ഇല്ല, പരമാണുവില്ല, ആറ്റമില്ല, ഒന്നുമില്ല. ആ സൂറത്തിൽ അള്ളാഹു തുടക്കം മുതൽ ഒടുക്കം വരെ ഒരൊറ്റ ചോദ്യ ശരങ്ങളാണ്. എടാ മനുഷ്യ, നീ എന്ത് കരുതി? അതിൽ മരണവും പരലോകവും മാത്രം, വേറൊരു സാധനത്തില്ല. സൂറത്തുൽ ഖിയാമ, സൂറത്തുൽ എന്തായി അന്തം വിട്ട് കുന്തം കഴിക്കരുത്. സൂറത്തുൽ ഖിയാമ. ഒരു ദിവസം വളർന്നു കേട്ടു, എന്ത് കേട്ടാ? ഇന്ന് നമ്മൾ കേൾക്കുന്ന സൂറത്തുൽ ഖിയാമ. ഞാൻ വാതൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് മാറ്റുക. ഇൻഷാ അല്ലാഹ് ഇനി ഓരോ വാതിനും ഓരോ സൂറത്ത് വിഷയമായിരിക്കും. ഇനി ഓരോ വാതിന് ഓരോ സൂറത്ത് വിഷയമായിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്രാവശ്യത്തെ റമദാൻ പ്രഭാഷണം എവിടെയെങ്കിലും ഉണ്ടാവും, മലപ്പുറം ജില്ലയിൽ ഉറപ്പ് ഇൻഷാ അല്ലാഹ്. അതിലെ വിഷയം സൂറത്തുൽ ഖാഫാണ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഞാൻ അതിന്റെ പണിപ്പുരയിലാണ്. ഒരു 2 ദിവസമെങ്കിലും പറ്റുന്ന ഒരു ഖുർആൻ, ഒരു റമദാൻ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് 3 പ്രഭാഷണം ഏതായാലും ഉണ്ടാവും. അതിലൊന്ന് മലപ്പുറം ജില്ലയിലാവും. അവിടുത്തെ വിഷയം ഇപ്പോഴേ ഞാൻ പറയുകയാണ് സൂറത്തുൽ ഖാഫാണ്. 2-3 ദിവസം എന്നാലേ അത് തീരും റമദാൻ പ്രഭാഷണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരൊക്കെ ഉണ്ടാവൂലേ, പെരുമഴയായിരിക്കും മിക്കവാറും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഖിയാമ. ഈ സൂറത്തിന്റെ പ്രത്യേകത ചോദ്യശരങ്ങളാണ്. ചോദ്യമാണ് അങ്ങോട്ട്. എടാ നീ എന്താ കരുതിയത്? വാപ്പ മക്കളോട് ചോദിക്കൂല, നീ എന്താ കരുതിയത് വാപ്പായെ കുറിച്ച്? നീ ഇങ്ങനെ നടന്നാൽ ഞാൻ അറിയില്ലെന്ന്, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ അറിയില്ലെന്ന്, നിനക്ക് ഞാൻ എല്ലാം കൂടെ വാരിക്കൂരി തരുന്ന വഴിതെറ്റി നടക്കുന്ന മകനെ വാപ്പ ശാസിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. നിങ്ങളാരും ശാസിക്കാറില്ല വാപ്പ? വാപ്പ മക്കള് വാപ്പായെ ശാസിക്കും. നിങ്ങൾ ഇങ്ങനെ നടക്കുക എനിക്ക് ഭാരമായി, മൂലയിലിരിക്കൂല. വാപ്പ മക്കളെ ശാസിക്കുന്ന ഒരു ശൈലിയുണ്ട്. നീ ഇതൊക്കെ നടന്ന്, നീ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു, കോളേജിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയിട്ട് നീ ചെയ്യുന്ന തമ്മാടിത്തരവെന്ന് ഞാൻ അറിയുന്നില്ല എന്നാണ് നീ കരുതിയത്? ഞാനിതൊന്നും അറിയാതെ നീ ഇങ്ങനെ കയറി വരുമ്പോ നീ ചെയ്തതൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ ഇരിക്കാന്നാ നീ കരുതിയത്? ഏട്ടാ ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, നീ എന്താ കരുതിയത്? ഈ ഒരു ശൈലിയാണ് സൂറത്തുൽ ഖിയാമ. നമുക്കൊന്ന് പഠിക്കാം. ഉണ്ടോ കൂടെ? എന്റെ കൂടെ ഉണ്ടോ പഠിക്കാൻ? ഉണ്ടോ ഇല്ലയോ? തീരുവെന്ന് എനിക്കറിയില്ല, പറ്റുന്നത്ര ഞാൻ പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുഞ്ഞാപ്പു സാഹിബ് പറഞ്ഞതുപോലെ ഞാൻ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം ബഹ്റൈനിൽ നിന്ന് വന്ന, നാളെ ഇത് പങ്കെടുക്കും, നാളെ രാവിലെ ദുബൈക്ക് തിരിച്ചു. ഈ 2 യാത്രയുടെ ഇടയിൽ ഈ ഡേറ്റ് മാറാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണവും ഇതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വഫാത്തായി പോയി. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ടാണ് ഈ ഷെഡ്യൂൾ എല്ലാം മാറിയത്. അതൊക്കെ ബാക്കി വിഷയം നമുക്ക് പിന്നീട്. എല്ലാവരും ഈ വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ജീവിതത്തിൽ ഒരു പുതിയ ഒരു ചിന്തയുമായി തിരിച്ചു പോകണം. ഇത്രയും കഷ്ടപ്പെട്ടു വന്നു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ?
ഇവിടം വരെ എത്താൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും? 2 മണിക്കൂർ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എന്താ പഠിച്ചത്? ഇന്ന് ഞങ്ങൾ സൂറത്തുൽ ഖിയാമ പഠിച്ചു. എന്നിട്ട് നാളെ ഈ സൂറത്ത് ഓതുമ്പോൾ ആ ഒരു ചിന്ത അങ്ങനെ വരും. എന്നിട്ട് നാളെ മുതൽ ഈ സൂറത്ത് നന്നായിട്ട് ഓതണം. പക്ഷെ അത് ഓതൂല്ലേ? ഖുർആൻ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അതാണ് നമ്മുടെ വിഷയത്തിന്റെ ടൈറ്റിൽ തന്നെ. ലോകാവസാനം തന്നെയാണ് സത്യം. അവസാന നാളിനെ മുൻനിർത്തി സത്യം ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്താ ചോദ്യം? അല്ലാഹു ചോദിക്കുകയാണ്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ أيحسب الإنسان أن لن نجمع عظاما بلى قادرين على أن نسوي بنانا. അള്ളാഹു ചോദിക്കുകയാണ്, ലോകാവസാനം തന്നെയാണ് സത്യം, ലോകാവസാനത്തെ തന്നെയാണ് സത്യം. സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ തന്നെയാണ് സത്യം. അവനവനെ കുറ്റപ്പെടുത്തുന്ന അവനവന്റെ മനസാക്ഷി കോടതിയെ തന്നെയാണ്. സഹോദരങ്ങളെ, വലിയൊരു ചിന്താധാരയാണിത്. അള്ളാഹു ചോദിക്കുകയാണ്, സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ തന്നെയാണ് സത്യം. മറ്റൊരുത്തന്റെ കുറ്റം തരയാണല്ല, മറ്റൊരുത്തനെ കുറ്റപ്പെടുത്താനല്ല. അല്ലാഹുവേ, ഞാൻ ആരാണെന്ന് അവനവനെ തന്നെ വിചാരണ ചെയ്യുന്ന മനസാക്ഷി കോടതി. അങ്ങനെ ഒരു കോടതി നിനക്കുണ്ടോ? ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ മാറാനുള്ള ഏറ്റവും വലിയ കോടതി അത് സുപ്രീം കോടതിയല്ല, അവനവന്റെ മനസാക്ഷി കോടതി. അവന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നീ ആരാണ്, നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയൊക്കെയാണ് എന്ന് പരസ്പരം അവനവരെ തന്നെ വിചാരണ ചെയ്യുന്ന മനസാക്ഷി കോടതിയെ തന്നെയാണ് സത്യം. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, അല്ലാഹുവിനെ മറന്ന്, പടച്ചറപ്പിനെ മറന്ന്, പ്രവാചകനെ മറന്ന് ഈ ഭൂമിയിലൂടെ തെറ്റിലൂടെ നടന്നു പോകുന്ന മനുഷ്യ, അയഹ്സബു ഇൻസാനു അല്ലന നജമഅ ഇളാമാ, നാളെ മരിച്ചിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിൽ നിന്നെ കബറടക്കിയിട്ട് നിന്റെ ശരീരത്തിന്റെ മാംസം മുഴുവനും ആ മണ്ണിലേക്ക് ചേർന്ന് 6 അടി മണ്ണില് അവസാനത്തെ വിഭൂതിയായി ലയിച്ചു പോയതിന് ശേഷം നാളെ പരലോകത്ത് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കില്ലെന്ന് എടാ മനുഷ്യ നീ വിചാരിക്കുകയാണോ? അയഹ്സബു ഇൻസാനു അല്ലന നജമഅ ഇളാമാ, നാളെ പള്ളിക്കാട്ടിൽ നിന്റെ ശരീരം കൊണ്ടുപോയി അടക്കപ്പെട്ട് 30 ദിവസം കഴിയുമ്പോ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലുകൾ മുഴുവനും മണ്ണിലേക്ക് ലയിച്ചു ചേരുമെന്ന് പറയുമ്പോ ആ മണ്ണിലേക്ക് എല്ലുകൾ പോലെ ലയിച്ചു ചേരുമ്പോ ആ മണ്ണിൽ നിന്ന്, ശൂന്യതയുടെ മണ്ണിൽ നിന്ന് നാളെ പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കില്ലെന്ന് നീ കരുതുന്നോ മനുഷ്യ? അല്ലാഹു പറയുകയാണ്, കരുതണ്ട. അങ്ങനെ നീ കരുതുന്നെങ്കിൽ അത് നീ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. കാരണം എന്തെന്നറിയുമോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. എന്തേ എനിക്ക് കഴിവില്ലെന്ന് നീ കരുതുന്നത്? എന്തേ എനിക്ക് കഴിവില്ലെന്ന് നീ കരുതുന്നത്? ഈ ലോകത്തിന്റെ തുടക്കം മുതൽ ഇതേവരെ ജനിച്ച കോടാനു കോടി ജനങ്ങളുടെ സൃഷ്ടിച്ച മനുഷ്യരുടെ അവരുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമായി സൃഷ്ടിക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ യുക്തിപരമായ ചോദ്യമാണ്, ഈ ലോകത്തിന്റെ തുടക്കം മുതൽ ഇതേവരെ ഈ മാനവരാശിയിൽ എത്രയെത്ര ജനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവരുടെ വിരലടയാളങ്ങളെ അഹ്മദ് കബീറിന്റെ കൈവിരലിൽ അടയാളമുണ്ട്. അടയാളമല്ല അബൂബക്കർ ദാരിമിയുടെ കയ്യിലെ വിരലടയാളങ്ങൾ. തൊട്ടടുത്തിരിക്കുമ്പോ, ഒരേ കസേരയിൽ നിങ്ങൾ ഇരിക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കാൻ എത്തിയവരെ, നിന്റെ കൈയടയാളമല്ല, നിന്റെ തൊട്ടടുത്തുള്ള മനുഷ്യന്റെ കൈവിരലിന്റെ അടയാളം, വാപ്പിയുടെ അടയാളവും മകന്റെ അടയാളവും വേറെ, ഭാര്യ ഭർത്താക്കന്മാരുടെ വിരലടയാളം വേറെ. കോടാനു കോടി ജനങ്ങളുടെ ഈ വിരലിന്റെ ഉള്ളിൽ വ്യത്യസ്തമായ വിരലടയാളത്തെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിന്റെ അടിയിൽ എല്ല് തെളിച്ചു പോയ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാൻ കഴിയില്ലെന്ന് നീ ധരിക്കുന്ന മാനവാ. ഇത് വിചാരിച്ചിട്ടാണോ? ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഈ കാലഘട്ടത്തിന്റെ ചോദ്യം, ഈ അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, അശ്ലീലതകളുടെ, ആഭാസത്തിന്റെ അതിർവരമ്പുകളിൽ ലംഘിച്ച
പരലോകത്തോട് അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നാളെ മരിക്കുമെന്നറിയാം, മണ്ണിന്റെ അടിയിൽ പെടുമെന്നറിയാം, എല്ലുകളെ ധരിക്കുമെന്നറിയാം, അവിടെ നിന്ന് എഴുന്നേക്കുമെന്നറിയാം, പരലോകത്ത് വരുമെന്നറിയാം. എന്നിട്ട് മനുഷ്യ ഈ തെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണടാ എന്റെ മുമ്പിലൂടെ നിനക്ക് നടക്കാൻ തോന്നുന്നത്? ഈ തമ്മാടിത്തരം ചെയ്തിട്ട് എങ്ങനെയാണടി എന്റെ മുമ്പിലൂടെ നിനക്ക് നടക്കാൻ തോന്നുന്നത്? ഈ ഭൂമിയിലൂടെ നീ നടക്കുമ്പോ എന്റെ മുമ്പിലൂടെയല്ലേ നീ നടക്കുന്നത്? കല്ല് പിടിച്ചിട്ട് നീ വരുന്നത് എന്റെ മുമ്പിലൂടെയാണ്, നീ വ്യഭിചരിച്ചിട്ട് വരുന്നത് എന്റെ മുമ്പിലൂടെയാണ്, പലിശ വാങ്ങിച്ചിട്ട് നടക്കുന്നത് നീ എന്റെ മുമ്പിലൂടെയാ. കാരണം ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ. എന്റെ മുമ്പിലൂടെ തെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നിനക്ക് നടക്കാൻ കഴിയുക? തെറ്റ് ചെയ്തിട്ട് നിനക്കെങ്ങനെയാണ് നടക്കാൻ കഴിയുക? തെറ്റ് ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് നടക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ പ്രസക്തമായ ചോദ്യമാണ്. എങ്ങനെയാണ് സഹോദരങ്ങള് ഈ തെറ്റുകളുടെ കൂമ്പാരം തേട് പടച്ചറപ്പിന്റെ മുമ്പിലൂടെ നടക്കാൻ കഴിയുക? നാളെ പരലോകത്ത് വരുമ്പോ ഈ തെറ്റിന്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ബോധമില്ലാതെ ആ ബോധമുണ്ടായപ്പോഴാണ് അള്ളാഹുവിന്റെ മുമ്പിലൂടെ താൻ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനെ പടച്ചതമ്പുരാൻ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടായപ്പോഴാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അടുക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ മലയോര ഗ്രാമത്തിൽ ഒരു പാറാവാറ പോലെ പറന്നു കിടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ എന്നെനിക്കറിയില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്കപ്പുറം മദീനയിലെ പള്ളിയിലെ ഖുർആൻ ക്ലാസ് നടക്കുകയാണ്. ആയിരക്കണക്കിന് സഹാബത്തുകൾ, തന്റെ കൂട്ടുകാരുണ്ട്, തന്റെ വീട്ടുകാരുണ്ട്, തന്റെ കുടുംബക്കാരുണ്ട്. അവര് മുഴുവനും മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പോരാ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ വേണ്ട നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇതുപോലെ മതപ്രസംഗം നടക്കുന്ന ഒരു വേദിയിലേക്ക് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചിട്ട് നിങ്ങളെ പോലൊരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഓടി വന്നിട്ട് ആ സദസ്സിലേക്ക് ഇതേപോലെ 10,000കണക്കിന് സഹാബത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പാറി പറന്ന ഭ്രാന്തനെ പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലോട്ട് കടന്നു വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞില്ല, മുഅ്മിനീങ്ങളെ, നബിയേ ഖദ സനൈതു യാ റസൂലല്ലാഹ് തഖിറനി യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. 10,000കണക്കിന് ആളുകളുടെ കൂട്ടുകാരുടെ മുമ്പിൽ കുംഭസാരം നടത്തുന്ന കുംഭസാരത്തിന്റെ കഥകൾ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. ആരുമറിയാതെ വ്യഭിചരിച്ചിട്ട്, ആരുമറിയാതെ കുംഭസാര കൂട്ടിന് പോയിട്ട് മറ്റൊരാളോട് തെറ്റു തുറന്ന് പറയുന്ന കുംഭസാരത്തിന്റെ രീതിയല്ല. ആരുമറിയാതെ ചെയ്തത് മറ്റൊരാളറിയാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ അടക്കി പിടിച്ചു പറഞ്ഞ് ആ പാപങ്ങൾ മുഴുവനും മാറ്റി നിർത്തുന്ന കുംഭസാരത്തിന്റെ രീതിയല്ല. 10,000ങ്ങളെ തടിച്ചുകൂടുന്ന പൊതുജന സമൂഹത്തിന്റെ നടുവിലേക്ക് നാണമില്ല, ലജ്ജയില്ല, താനൊരു തെറ്ററിയാതെ ചെയ്തു പോയി ഓടി വന്നിട്ട് പ്രവാചക സമക്ഷത്തിൽ വന്നിട്ട് തഖിറനിയാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചതാ നബിയേ. എന്റെ ശരീരം അശുദ്ധിയായി, എന്റെ ഹൃദയം അശുദ്ധിയായി, എന്റെ മനസ്സ് അശുദ്ധിയായി, എന്റെ ഈമാൻ ശുദ്ധിയായി, എന്റെ തഖ്വ ശുദ്ധിയായി, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമോ എന്ന് ചോദിച്ചിട്ട് വരുമ്പോ എന്താ മായിസേ ഖദ സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ആരുമറിയാതെ ഒരു പെണ്ണിന്റെ ജീവിതത്തിലോട്ട് കടന്നവൻ അവളുമായി ശരീരത്തിന്റെ സംസർഗത്തിൽ ഏർപ്പെട്ട് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ആരാ പറയുന്നത്? മായിസ് റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മായിദ് വ്യഭിചരിക്കുകയോ? അലക ജുനൂനുൻ യാ മായിസോ, മായിസേ നിനക്ക് ഭ്രാന്താണ് മായിസേ എന്ന് ചോദിച്ചില്ല നബിയുനാ റസൂലുള്ളാഹ്. നിനക്ക് ഭ്രാന്താണ് മായിസേ
എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട മായിദ് റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് വന്നിട്ട് സഹാബത്തുകള് കൂട്ടുകാര് മൂക്ക് ചേർത്ത് പിടിച്ചില്ലേ? മായിദ് വ്യഭിചരിച്ചെന്ന് പറഞ്ഞത് കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ പറയുകയാണോ? അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് മായിദ് വ്യഭിചരിച്ചത്. പക്ഷേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ല നബിയെ ചെയ്തു പോയി നബിയെ എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. വിശാലമായ മദീനത്തിന്റെ മരുഭൂമിയിൽ മായിദ് എന്ന ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് ആ സഹാബത്ത് കരിങ്കല്ല് വലിച്ചെറിഞ്ഞില്ലേ? ആ കരിങ്കല്ലിന്റെ കൂത്തുമൂത്ത ഭാവങ്ങൾ മായിദിന്റെ ശിരസിലേക്ക് കടന്നു ചെല്ലുമ്പോ, മായിദിന്റെ തലയിലോട്ട് പതയ്ക്കുമ്പോ മായിദിന്റെ തലച്ചോറ് ചിതറി തെറിച്ചില്ല മുഅ്മിനീങ്ങളെ. അതിലൂടെ രക്തം തടം തല്ലിയാ തുടങ്ങുകയാണ്. മായിദിന്റെ തലച്ചോറ് ചിതറി തെറിക്കുകയാണ്. സഹാബത്തിന്റെ കല്ലുകൾ പാഞ്ഞു വരികയാ. ആ സമയത്താണ് ഒരു സഹാബിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തിട്ട് മായിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ വലിച്ചെറിഞ്ഞത്. യാ ഹബീബൽ മദീന, മദീനയെ വ്യഭിചരിച്ചവനെ, മദീനയെ വൃത്തികേടാക്കിയവനെ, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന മദീനയിൽ ഹബീബായ നബി തങ്ങൾ ചാരത്തിരിക്കുമ്പോഴും വ്യഭിചരിക്കാൻ തോന്നിയല്ലോ എന്ന് ചോദിച്ചിട്ട് ചെരുപ്പെടുത്ത് വലിച്ചെറിയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മായിദ് ചോദിച്ചു വാങ്ങിച്ച ശിക്ഷയല്ലേ? മായിദ് ഏറ്റു പറഞ്ഞ ശിക്ഷയല്ലേ? തലച്ചോറ് ചിതറി തെറിച്ച് അവസാനം മായിദിന്റെ ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ശിരസ്സെടുത്ത് മടിയിലേക്ക് വെച്ചു. ആ സമയത്ത് മായിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തപ്പോ എന്റെ ശരീരം അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നബിയേ, നാളെ പരലോകത്ത് വരുമ്പോ ഇതിന്റെ പേരിൽ എനിക്ക് നരകം കിട്ടുമോ? യാ റസൂലല്ലാഹ്, എന്തൊരു ചോദ്യമാ ചെറുപ്പക്കാരാ, എന്തൊരു ചോദ്യമാ ചെറുപ്പക്കാരി. ഞാൻ ഈ ദുനിയാവിൽ ചെയ്തത് ഇവിടെ വെച്ച് ഞാൻ ഏറ്റുവാങ്ങി, ഇനി പരലോകത്ത് വരുമ്പോ എനിക്ക് അതിന്റെ ശിക്ഷ കിട്ടുമോ നബിയേ എന്ന ചോദ്യം വരുമ്പോ, ഇത്രയേറെ തെറ്റുകളുടെ കൂമ്പാരങ്ങളെ ചെയ്ത് കുട്ടിയിട്ട് നാളെ പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനൊന്ന് തൗബ ചെയ്തിട്ട് പിരിയാൻ എന്നുള്ള ചിന്ത വരുന്നതിന് പുറം നാളെ പരലോകത്തേക്കുള്ള പാപങ്ങൾ വീണ്ടും വാരിക്കൂട്ടുമ്പോ നമുക്കങ്ങനെ ഒരു ചിന്തയില്ല. പാപങ്ങൾ പുറക്കപ്പെടണമെന്ന ചിന്തയില്ല, പരലോകത്ത് പോകണമെന്ന ചിന്തയില്ല, അള്ളാന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ല, നരകം നമ്മളെ മാടി വിളിക്കുമെന്ന് അറിയില്ല, തീരെ കിടന്ന് കരിയുമെന്ന സ്വബോധമില്ല. നമ്മളിങ്ങനെ ഇപ്പോഴും ദുനിയാവില് നമ്മുടെ ജോലിയാടാ. ഒരു തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് ഇവിടെ. ഇപ്പോഴും നമ്മുടെ ജോലി എന്താ ചെറുപ്പക്കാരാ? ചൊക്രിയിലെ പെണ്ണിനും മാഹിയിലെ പെണ്ണിനും മറുപടി കൊടുക്കാനല്ലാതെ പാതിരാ സമയത്ത് മുഴുവനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്താ നിന്റെയൊക്കെ ജോലിയാടാ? ഈ പാപത്തെ കുറിച്ചുള്ളൊരു ചിന്തയില്ല, പാപത്തെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയില്ല. അവ ചോദിക്കുകയാണ്, തെമ്മാടി, എടാ തെമ്മാടി, എന്തേ നിനക്ക് ആ ബോധമില്ല? ഇപ്പോഴും ഈ ചെറുപ്പക്കാരുടെ ജോലിയാണെന്നറിയോ? ചൊക്രിയിലെ പെണ്ണിനെയും മാഹിയിലെ പെണ്ണിനെയും പണ്ട് കാലത്ത് എവിടെയോ ഈ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്ക് മനുഷ്യനെ പിടിച്ചു നിർത്തിയപ്പോ ഞാൻ ആവർത്തിച്ചെന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ അസ്രനിസ്കാരത്തിന് ശേഷം വീടിന്റെ മുമ്പിൽ നിന്നിട്ട് ഫിത്നയും ഫസാദും പറയുന്നെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ നരകം വിലക്ക് വാങ്ങുന്നത് ഫേസ്ബുക്കിലൂടെയാണ്, വാട്സപ്പിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നെന്റെ ചെറുപ്പക്കാര് നരകം വാങ്ങിക്കുന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലുമാ. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ പ്രശ്നമില്ല. മറ്റൊരുത്തിന്റെ പുടുക്കുത്തു നടത്താനും മറ്റൊരുത്തിന്റെ മറ്റൊരുത്തിന്റെ വ്യക്തി ജീവിതത്തെ താറുമാറടിക്കാനും വേറൊരുത്തിനെ കുറിച്ച് അപവാദം പറയാനും അതാരെന്നുറപ്പില്ല. വല്ലാഹി പടച്ചതും പുരാനെ തന്നെയാണ് സത്യം. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയാ, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പോക്രിത്തരങ്ങൾ, നിങ്ങൾ ഈ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ, അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയാൻ, കുറിച്ച് അപവാദം പറയാൻ, ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വാർത്ത വന്നാൽ അത് ലൈക്ക് അടിക്കുന്നതിന് മുമ്പേ നോക്കണം, ഇത് വാസ്തവമാണോ, ഇത് ശരിയാണോ? അതല്ലാതെ ലൈക്ക് ചെയ്യുന്നവൻ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അവൻ അല്ലാഹുവിന്റെ നരകത്തിലൊരു സീറ്റ് വിലക്ക് വാങ്ങുകയാ. എന്താ നിങ്ങൾ വിചാരിച്ചത് ഫേസ്ബുക്ക് സുന്നത്താണെന്നോ? എന്താ നിങ്ങൾ കരുതിയത്?
ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായി പറയേണ്ടതുണ്ട്. ഇതെന്നെ കുറിച്ചോ നൗഷാദ് ബാക്കവിയെ കുറിച്ചോ പള്ളിയിലെ ഖത്തീബിനെ കുറിച്ചോ അവമതിക്കുന്നവരെ കുറിച്ചല്ല. ഈ പറയുന്ന അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ച്, അവനവന്റെ പെങ്ങളെ കുറിച്ച്, അവനവന്റെ പെണ്ണിനെ കുറിച്ച് പോലും പറയുന്ന ഏറ്റവും വലിയ വ്യഭിചാരത്തിന്റെ കഥകളായി മാറുമ്പോ, യൂട്യൂബ് മുഴുവനും വ്യഭിചാരത്തിന്റെ കഥ മാറുമ്പോ, മാഹിരയോ ചൊക്ലിയിലോ അങ്ങാടിയില് അരമനയുടെ അകത്തളത്തില് പേടിയില്ലാത്തൊരു പെണ്ണുങ്ങള്, ആഖിറത്ത് അറിയാത്ത പെണ്ണ്, പരലോകത്തെ പേടിക്കാത്തതിന് പെണ്ണുങ്ങൾ വാക്ക് പറഞ്ഞപ്പോ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, ചൊക്ലിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, ചൊക്ലിയിലെ പെണ്ണിന്റെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെൺപക്കാരാ, അതിന് മറുപടിയായി പാതിരാ സമയത്ത് കോഴിക്കോട്ടെ ചുള്ളന്മാരെ കണ്ടിക്ക, മലപ്പുറത്തെ ആണുങ്ങളെ കണ്ടിക്ക. ആണുങ്ങളത് കാണണമെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാൻ വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നീ കാണിക്കാൻ വേണ്ടി വിളിക്കുന്നതില്ലേ? ചൊക്ലിയിലെ പെണ്ണും മാഹിയിലെ പെണ്ണും ഏത് ചെറുപ്പക്കാരനെ കാണിച്ചു തരാമെന്ന് നീ കാണിച്ചു കൊടുക്കുന്ന നിന്റെ ഈ പച്ചമാംസമില്ല പെണ്ണ്, ആ പച്ചമാംസം എന്താണെന്നറിയോ? നാളെ മണ്ണിന്റെ അടിയിലും മരത്തി കിടത്തിയിട്ട് മണ്ണിട്ട് മൂടിയാല് 4ാമത്തെ ദിവസം വേണ്ട, 5 ദിവസം വേണ്ട, 4ാമത്തെ ദിവസം പുടുത്തു നാറിപ്പോകുന്ന നിന്റെ ഈ പച്ച തുണിയല്ലേ, നിന്റെ ഈ തൊലി വെളുപ്പല്ലേ നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഏത് എന്നാലും കാണിച്ചു തരാം. ഏടാ പെണ്ണ്, 6 മണ്ണിൽ വെച്ചിട്ട് 4ാമത്തെ ദിവസം കബറൊന്ന് തുറന്നു നോക്കിയാ പുഴുക്കളുടെ വായിലിരിക്കുന്ന നിന്റെ വെള്ളത്തൊലിയാണോ ഈ തൊലിയുടെ വെളുപ്പാണോ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അറിയുന്നതാണ് അഴുകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ. കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ. പൊന്നുമോള്, കബറിലേക്ക് വെച്ചാൽ അടുകി പുഴുക്കളുടെ വായിൽ പോകുന്ന ഈ പച്ചമാംസത്തിന്റെ കഥ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പാടുപെടുക്കുമ്പോ അതിന് മറുപടി കൊടുക്കാൻ കുറെ ചെറുപ്പക്കാര് പറഞ്ഞ് യൂട്യൂബിന് മറുപടി കൊടുത്ത്, പെണ്ണിന് മറുപടി കൊടുത്ത്, അവളൊരു ഹറാമ് ചെയ്തപ്പോ ചൊക്ലിയിലെ പെണ്ണും മാഹിയിലെ പെണ്ണും ആഭാസത്തിന്റെ ഒരു പാട്ട് പാടിയപ്പോ അതിന് കിട്ടിയ ഒരുവനം അവര് സിനിമയിൽ അഭിനയിക്കാൻ പോയി. അതിനേക്കാളും വലിയ ഹറാമിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ടായി. വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട പെങ്ങള്, പാതിരാത്രി ഇരുന്നിട്ട് നീ മറുപടി കൊടുക്കേണ്ടത് മാഹിയിലെയും ചൊക്ലിയിലെയും പെണ്ണിന്റെയും പാട്ടല്ല കേൾക്കേണ്ടത്. നീ കേട്ടേണ്ട പാട്ട് ഞാൻ പറഞ്ഞു തരാം. പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി നിന്റെ ബെഡ്റൂമിൽ കിടന്നിട്ട് നിന്റെ മൊബൈൽ എടുത്തിട്ട് നെറ്റ് കിട്ടുമെങ്കിലൊന്ന് ആ നെറ്റിലേക്ക് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് നീ ഒരു പാട്ട് സെർച്ച് ചെയ്തെടുക്കണം. പേടിയുണ്ടോ? ആണത്തുമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പാതിരാത്രി നീ ആ പാട്ടെന്ന് കേട്ട് നോക്ക്. ഏതാ പാട്ടെന്നറിയോ? കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടടാ, കണ്ടാലുടനെ വാ വിട്ടു നീ കരേണ്ടതാ, മെടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാണ് ഒമാനാ. ആണത്തോണ്ടടാ കുട്ടികളെ, ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാ, ഈ ചൊക്ലിക്കും മാഹിക്കും മറുപടി കൊടുക്കുന്നത് നിർത്തിയിട്ട് രാത്രിയിലെ കിടക്കപ്പായിരുന്നിട്ട് ഒരു രാത്രിയിൽ കേട്ടാൽ ഇതിന്റെ ഹൃദയം തകർന്നു പോകുമെടി പെങ്ങളെ. നെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. ഇതൊന്ന് കേട്ടു നോക്ക്, എങ്ങനെ ഈ തെമ്മാടിത്തരം ചെയ്തിട്ട് ആണത്തോണ്ട കേക്ക്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെഴുതി വെച്ചിട്ടുണ്ട്. രാത്രി ഒന്ന് കേട്ടാ പിന്നെ നീ ഒരു തെറ്റ് ചെയ്യൂല. അത് മാഹിയിലെ പെണ്ണിനെ കണ്ടുക, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടുക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ. നീ എന്ത് കാണിക്കാൻ? നീ എന്ത് കാണിച്ചു കൊടുക്കാനടി പെണ്ണെ?
നിന്നേക്കാൾ വലിയ സുന്ദരിയാണ് ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി. അവൾ ധനാർബുദം വരുമെന്ന് കരുതിയിട്ട് പേടിച്ചിട്ട് മാറുമുറിച്ച് കളഞ്ഞ പെണ്ണ ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി. അവളും ചാകും. ബോളിവുഡ് നടി ആന്റലീന ജോളി റളിയല്ലാഹു അൻഹ പറയുന്നത്. ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ആ പെണ്ണെന്ത് ചെയ്തെന്നറിയോ? അവള് പെണ്ണുങ്ങൾക്ക് സ്ഥാനാർബുദം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവളോട് ഡോക്ടർ അസുഖം വന്നപ്പോ പറഞ്ഞു സ്ഥാനാർബുദം വരാൻ, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അവൾ എന്ത് ചെയ്തെന്നറിയോ? ഇതുണ്ടെങ്കിലല്ലേ അത് ക്യാൻസർ വരും, മുറിച്ചു മാറ്റി. ആ പെണ്ണിപ്പോ അഭിനയിക്കുന്നത് അതില്ലാതെയാണ്. ആ പെണ്ണും മരിക്കും. അർബുദം വരുമെന്ന് പറഞ്ഞ് അവനവന്റെ മാറ് മുറിച്ചു മാറ്റിയ പെണ്ണും മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇല്ലേ ഇല്ലേ? കുട്ടി എന്താ കരുതിയത്? ഇപ്പൊ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ വ്യഭിചാരം, കള്ളുകൂടി, കള്ളുകുടി. ഞാൻ ഇന്ന് അബുദാബി എയർപോർട്ടിൽ ഇരിക്കുമ്പോഴും അവിടെ വന്നിരുന്നിട്ട് ഒരുത്തിന് ഈ പാട്ട് കേൾക്കാം. അതിന് 14 ജില്ലക്കാർ മറുപടി കൊടുക്കും. അത് കേട്ടപ്പോ ആമ്പിള്ളേരുടെ ഈമാൻ കൂടി നമ്മളെ കാണാൻ കൊള്ളാത്തന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണിച്ചത്. എന്ത് ഫേസ്ബുക്ക് ഇന്ന് ഏറ്റവും വലിയ തെറ്റിന്റെ കേന്ദ്രം ഫേസ്ബുക്കും യൂട്യൂബും. ഇതാരെങ്കിലും ഒരാൾ പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. അതിന്റെ എല്ലാ അതിർവരമ്പുകളും ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കാം. എത്രയോ ആളുകൾ ധാരാളം അകലെ കിടക്കുന്ന എത്രയോ ആളുകൾ തമ്മിൽ സ്നേഹത്തിന്റെ ബന്ധമാണ് ഫേസ്ബുക്കിലൂടെ. പക്ഷെ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. മുന്തിരി അള്ളാഹു തന്നത് നേരെ ചൊവ്വെ തിന്നാനാണ്. അത് കൊണ്ടുപോയി പിന്നെ കുഴിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് കള്ളാക്കാനല്ല. മുന്തിരി അള്ള തന്ന വിഭവമാണ്. ആ വിഭവം അള്ളാഹു തന്നത് നേരെ ചൊവ്വെ പഴമായിട്ട് തിന്നാനാണ്. അതേ സാധനം 40 ദിവസം കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിട്ടാല് 40 ദിവസം കഴിഞ്ഞെടുക്കുമ്പോ അറിയില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോ ആരും പരീക്ഷിച്ച് നോക്കണ്ട, അറിയില്ല. വീഞ്ഞുണ്ടാക്കണം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഏറ്റവും വലുതാണ്. ഞാൻ ഇത്രയും നന്നായിട്ട് ബസ്സിൽ ഈ ബക്കറ്റ് വേണം അവിടെ ഇരിക്കില്ല, അത് സമയമില്ല. വെള്ളം തരും. അടുത്ത പെണ്ണിനെ കുറിച്ച്, അയലോക്കത്തെ പെണ്ണിനെ കുറിച്ച്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ കുറിച്ച്, ആരെ കുറിച്ചും അപരാധം പറയുക. എടുത്തൊന്ന് ഫേസ്ബുക്കിൽ ഇട്ടാക്കിയേ. ആരെ കുറിച്ചും പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫേസ്ബുക്കിൽ ഒന്ന് വന്നു, നീ ലൈക്ക് ചെയ്യുമ്പോൾ പോലും ആ വന്നത് അസത്യമാണെങ്കിൽ വല്ലാഹി പടച്ചറപ്പിന്റെ മുമ്പിൽ നീ സമാധാനം പറയുക, ഉറപ്പാ. പിന്നെ ഫേസ്ബുക്കിൽ എന്റെ പേജുണ്ട് 3 എണ്ണം കാണും. ഞാൻ ഇന്നേ വരെ ഫേസ്ബുക്കിൽ കൈകാര്യം ചെയ്തില്ല. ഞാനല്ലത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. നിങ്ങൾ ചോദിക്കും ഉസ്താദിന് 3 അക്കൗണ്ട് ഉണ്ടല്ലോ. ഒന്ന് എന്റെ ഡ്രൈവറാണ് കൈകാര്യം ചെയ്യുന്ന അനസ്, ബാക്കി 2 ആരാന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. എന്റെ പേരിലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു പ്രൊഫൈലിൽ എന്റെ ഡ്രൈവർ എന്റെ പരിപാടികൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അല്ലാതെ ഫേസ്ബുക്കിൽ ഞാൻ ലൈക്കിനും ഇല്ല, അങ്ങോട്ട് മറുപടി അടിക്കാറില്ല. ചിലർ അസ്സലാമു അലൈക്കും എന്ന് പറയും 10 പ്രാവശ്യം. ഞാൻ അടിക്കാത്ത പേരോട് ഇത്രയ്ക്കും അഹങ്കാരമല്ല, തിരിച്ചു മടക്കാത്ത എന്താ? ഞാൻ അത് ഉപയോഗിക്കാറില്ല. ഫേസ്ബുക്കേ ഞാൻ ഉപയോഗിക്കാറില്ല. ഫേസ്ബുക്ക് പോയിട്ട് എന്റെ ഫേസ് കണ്ണാടി നോക്കാൻ തന്നെ എനിക്ക് സമയമില്ല. അത് ഉപയോഗിക്കുന്നവർ നന്നായിട്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങൾ നാളെ ഫിത്ന, ഫസാദ് ഇതിന്റെ പരിധിയിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ആഖിറത്തിൽ ഇതിന് കുറ്റമില്ലാന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിന്റെ അമിതമായ ഉപയോഗം പടച്ച റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറഞ്ഞു പറ്റും. ഇപ്പൊ എപ്പോ നോക്കിയാലും ഒരു ഓൺലൈൻ ജീവികളുണ്ട്. 7 മണി മുതൽ രാവിലെ 7 മണി വരെ അവൻ ഓൺലൈനിലുണ്ട്. 10 മണിയായാലും ടെലിഫോൺ പോസ്റ്റിന്റെ മുമ്പിൽ പോയി 2 വിരലും വെച്ച് ടൈപ്പ് ചെയ്യണൊക്കെ കാണാൻ അന്തം വിട്ടു. അപ്പുറത്തെ പോക്ക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മനുഷ്യന് നൽകിയ വിലമതിക്കാൻ കഴിയാത്ത 2 അനുഗ്രഹങ്ങളുണ്ട്. അതിന്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് കിട്ടുന്ന സമയം. നമ്മുടെ ജോലി കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിന് വില നിശ്ചയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ഒഴിവ് കിട്ടുന്ന സമയം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ളതല്ല. ഗൾഫിലെ ഭർത്താക്കന്മാരുടെ വേറെ ജോലിയൊന്നുമല്ല. ഈ ചാറ്റിങ് ഒടുക്കത്തെ ചാറ്റിങ്. ഏതായാലും ചൂണ്ടെറിഞ്ഞ് കൊളുത്തിടുക. കിട്ടുന്നത് മീനാണെങ്കിൽ സ്രാവാണെങ്കിൽ സ്രാവ്, പരലാണെങ്കിൽ പരല്. അപ്പുറത്തേക്കായല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുകയാണ്, ഈ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നടക്കാൻ തോന്നുന്നു? ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഉസ്താദെ അതൊക്കെ ലോകമൊക്കെ അവസാനിച്ചിട്ട് പിന്നെ ആഖിറത്തിലല്ലേ അവിടെ വെച്ച് കാണാം.
ഇതൊക്കെ ഇപ്പൊ ഇവിടെ വെച്ചല്ലോ, ആഖിറത്തിൽ വെച്ച് നമുക്ക് കാണാമെന്ന് പറയുമ്പോ ആഖിറം എന്നാണ് അടുത്ത ചോദ്യം. അള്ളാഹുവിന്റെ അങ്ങനെയാണ്, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഏറ്റവും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ജോലി ഞാൻ പറഞ്ഞു തരട്ടെ, ചെയ്യുമോ? നിങ്ങൾക്കൊരു അല്പം ഒരു മണിക്കൂർ ഒഴിവുണ്ട്. ആ ഒഴിവ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ധാരാളം തെറ്റുകളൊക്കെ അറിയാതെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യൂ. ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവെക്കും, നോക്കട്ടെ. കൈവെക്ക്. ഇല്ല, ഇത്തരം കൈ ആകുള്ളൂ, അതെല്ലാം വികലാംഗന. അതെ, അള്ളാഹു നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ഒരു സമയം. ഞാൻ ഈ പറയുന്ന ആഖിറത്തിന്റെ വാക്കാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ആഖിറത്തിന്റെ വാക്കാണ്. ആഖിറത്തിന്റെ ഒരു ഒഴിവ് കിട്ടും. ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒഴിവ് കിട്ടും. ജീവിതത്തിൽ ധാരാളം തെറ്റിയിട്ടുണ്ട്, സ്ഥലം നന്നാവണം. ഞാനൊരു ജോലി പറഞ്ഞുതരാൻ ചെയ്യുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്ന് ഒരു സഹാബി ഓടിക്കതച്ചു വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് അദ്നബ്തു ദംബന കസീറാ, ഞാൻ എന്റെ ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ എന്നെ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തിട്ടുണ്ട് നബിയേ. അദ്നബ്തു ദംബന കസീറാ, ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നബിയേ. എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ എന്തെങ്കിലും ഒരു സൽക്കർമ്മം പറഞ്ഞു തരുമോ? ആരാ പറയുന്നത്? ഇതാണ് സഹാബത്ത്. അവര് ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നവർക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് നബിയേ അറിവില്ലാമയുടെ കാലഘട്ടത്തിൽ ധാരാളം പാപങ്ങൾ ഞാൻ ചെയ്തു നബിയേ. അതിനൊരു പോംവഴി പറയുമ്പോ അവിടുത്തെ തിരുദൂതരുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നീ പള്ളിയിൽ പോയി തസ്ബീഹ് ചൊല്ലിക്കോന്നല്ല, പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നീ നിസ്കരിച്ചോന്നല്ല, കോടിക്കണക്കിന് സലാത്ത് ചൊല്ലി ശഫാഅത്ത് എടുത്തോന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ അവൻ അപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലണമെങ്കിൽ എത്ര ദിവസം വേണം? പാതിരാ സമയത്ത് എഴുന്നേൽക്കണമെങ്കിൽ എന്തൊരു കഠിന പ്രയത്നം വേണം? അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് ആ മനുഷ്യന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം അതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബി, ഒരു യതീമായ കുഞ്ഞുണ്ടെങ്കിൽ, ഒരു വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത യതീമായ ഒരു കുഞ്ഞിനെ നീ കണ്ടാൽ ആ കുഞ്ഞിന്റെ തലയിലേക്ക് ആ യതീമായ കുഞ്ഞിനെ നീ നിന്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ കുഞ്ഞിന്റെ തലയിൽ ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ നീ നിന്റെ കൈവച്ചെന്ന തലോട്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന്. ആരുമില്ലാത്ത, വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത പാവങ്ങൾ, അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, അവരർത്ഥാഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരറിയാൻ, സങ്കടം പറയാൻ ആരുമില്ലാത്ത, ദുഃഖങ്ങൾ പറയാൻ ആരുമില്ലാത്ത, തലയിലൊന്ന് തലോടാൻ, മോനെ ഒന്നൊരു വിളി കേൾക്കാൻ, വാപ്പ എന്നൊന്ന് തിരിച്ചു വിളിക്കാൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യമുണ്ട്. ആ സൗഭാഗ്യ സഹോദരങ്ങളെ പണമല്ല, പ്രതാപമല്ല, പതിനായിരങ്ങളുടെ മുസാഫഹത്തല്ല, അടുത്തു നിന്ന് വാപ്പ വിളിക്കണം, പൊന്നുമോനെ. ആ സമയത്ത് തിരിച്ചിട്ട് വാപ്പയുടെ മുഖത്ത് നോക്കി ഉപ്പാന്നൊന്ന് വിളിക്കാൻ, ഉമ്മ എന്നൊന്ന് വിളിക്കാൻ. ഞാൻ ഇന്ന് അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇത്തിഹാദിന്റെ ഫ്ലൈറ്റിലോട്ട് കയറുമ്പോ അബുദാബിയിലാണ്, എന്റെ കയ്യിൽ ഫോണിന്റെ സിമ്മില്ല. ഞാൻ അടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് പരിചയപ്പെട്ടപ്പോ എന്നെ ഒന്ന് ഫോൺ വാങ്ങിച്ചു. ഭാര്യയെ വിളിച്ചിട്ടെന്ന് പറയണം, അബുദാബിയിലുണ്ട്, എയർപോർട്ടിലാണ്. ഞാൻ വിളിച്ചു ഭാര്യയോട് പറഞ്ഞിട്ട് അവന് ഫോൺ കൊടുത്തപ്പോ അവൻ പറഞ്ഞു, എന്റെ ഉമ്മയൊന്ന് വിളിക്കണം, ഉസ്താദിനെ കാണാൻ വലിയ കൊതിയാണ്. അവൻ അങ്ങനെ ഉമ്മയുടെ നമ്പർ ഡയൽ ചെയ്തപ്പോ
ആ ഉമ്മയുടെ പേര് സേവ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു 25 വയസ്സുള്ള പൊന്നുമോൻ ഉമ്മയുടെ പേരെഴുതിയിരിക്കുന്നത് എന്റെ പൊന്നുമ്മ. ഇംഗ്ലീഷിൽ അവൻ എഴുതിയിരിക്കുന്നത് എന്റെ പൊന്നുമ്മ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, പ്രിയപ്പെട്ട ഉമ്മ കേട്ടിട്ട് കരയാത്ത രാത്രിയില്ല. ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യം ഇതാണ്, ഉമ്മ എന്ന് വിളിക്കാൻ. മോനെ എന്ന് ഉമ്മയുടെ വാത്സല്യം, വാപ്പാന്നൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് തന്റെ ഉപ്പയാന്ന് പറയാൻ. അതില്ലാത്ത പാവങ്ങളുണ്ട്, അനാഥകൾ, യതീമീങ്ങൾ. അവരുടെ അടുക്കൽ പോയി നിന്റെ വാപ്പ ഞാനാണെന്ന് പറഞ്ഞ് അവന്റെ മുടിയിലൊന്ന് തടുകി തലോടിയാൽ നീ ചെയ്ത പാവങ്ങളെന്ന് നിനക്ക് പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, യമാനിയിൽ 35 യതീമീങ്ങൾ. നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമോ? നിന്റെ ജീവിതത്തിന്റെ പാപം പൊറുക്കണോ? യമാനിയിൽ വരിക. അവിടെ 35 യതീമീങ്ങളുണ്ട്. ഒന്നിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് കുട്ടിയെ ഒന്ന് തലയിരുന്ന് തലോടിയാൽ ഈ ജീവിതത്തിൽ അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സൽക്കർമ്മം ചെയ്തത് നീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, കുഞ്ഞാപ്പു സാഹിബ്. സ്വന്തം മക്കളെ പോലെ ഈ മക്കളെ അദ്ദേഹം സ്നേഹിച്ചു. തന്റെ ആയുസ് അതിനു വേണ്ടി മാറ്റിവെച്ചു. എന്തിനെന്നറിയോ? കുഞ്ഞാപ്പുവിന്റെ പേര് ഞാൻ ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യാനല്ല. അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ഇന്ന് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. മറ്റൊരാൾ എന്നോട് പറഞ്ഞത്. പക്ഷേ കുഞ്ഞാപ്പു സാഹിബ് മരിക്കുമ്പോ അടുത്തു നിന്നിട്ട് 700 കുട്ടികൾ പൊട്ടിക്കരയും. അല്ലാഹുവേ, ഞങ്ങൾക്ക് വാപ്പയില്ലാത്ത സമയത്ത് വാപ്പയുടെ സ്നേഹം തന്ന ഞങ്ങളുടെ വാപ്പയാണ് ഈ മരിച്ചു കിടക്കുന്നത്. അവനവൻ മരിക്കുമ്പോ നിർവ്യാജം പൊട്ടിക്കരയാൻ ചുറ്റുഭാഗത്ത് ആളെ വേണോ? അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത് വാപ്പ എന്നൊരു യതീമിന്റെ വാപ്പയായി മാറാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. മോനെ എന്ന് വിളിക്കുമ്പോ ഉപ്പ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം ലോകത്ത് കിട്ടിയിട്ടുണ്ട്. അഹമ്മദ് കബീർ അള്ളാഹു എല്ലാ സൗഭാഗ്യവും തന്നിട്ടുണ്ട്. പക്ഷെ ആരെ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ് എന്റെ കണ്ണ് നടന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ സൗഭാഗ്യവും അള്ളാഹു എനിക്കിപ്പോ തന്നിട്ടുണ്ട്. ഞാൻ എന്റെ റബ്ബിനോട് അതിൽ ഷാക്കിറാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരുന്നത്. ഇന്നെനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്യാൻ കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ 1000 വട്ടം അൽഹംദുലില്ലാഹ്. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നേ വരെ കിട്ടാത്ത, എനിക്ക് കിട്ടാനൊരു സാധ്യതയില്ലാത്ത ഒരേ ഒരു സൗഭാഗ്യമുള്ളൂ. എനിക്ക് വാപ്പാന്ന് വിളിക്കാനും കഴിഞ്ഞിട്ടില്ല. എനിക്ക് മോനെ എന്നുള്ള വിളി ഈ ചെവിട്ടിൽ കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട്, ഞാൻ ഹിഫ്ളിന് പഠിക്കുന്ന കാലം എന്റെ കൂടെ 120 കുട്ടികളുണ്ട് പഠിക്കും. ആ കുട്ടികൾ ഹാഫിളീങ്ങളായ കുട്ടികൾ എന്ന് പഠിക്കും. എല്ലാവരും വലിയ സമ്പന്നരുടെ മക്കളാണ്. വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ദർസ് ലീവാണ്. വെളിയിലൊക്കെ പോകും. അന്നത്തെ ദിവസമാണ് മക്കളുടെ വാപ്പയും ഉമ്മയും മക്കളെ കാണാൻ വരും. ഓതാൻ പോയ മക്കൾ വരുമ്പോ ബേക്കറി പലഹാരം, മിക്സർ, അവല്, പഴം എല്ലാം കൊണ്ടുവന്നത് 12-8 വയസ്സുള്ള കുട്ടികൾ വാപ്പയും ഉമ്മയും വന്ന് മക്കളെ വിളിച്ചിരുത്തി അവരന്നാ കൊണ്ടുവന്ന ഭക്ഷണം മക്കളെ വായിൽ വാരിക്കൊടുത്ത് മുത്തം കൊടുത്ത് ആ മക്കളെ ഇരുത്തി. എന്റെ കൂടെയുള്ള 119 പേരുടെയും വാപ്പയും ഉമ്മയും വന്ന് ആ മക്കളെ ഇരുത്തി ഭക്ഷണം വാരിക്കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് കവിളത്ത് മുത്തം കൊടുക്കുമ്പോ ഞാൻ ഹാഫിളാകുന്ന സ്ഥാപനത്തിന്റെ ജനലി പിടിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എനിക്ക് എന്റെ ഉപ്പയില്ലാതായി പോയി. പക്ഷെ അന്നും ഞാൻ ഒരിക്കൽ ജനലിൽ പിടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എന്റെ ഗതകാല ജീവിതം പറയാൻ മടിയൊന്നുമില്ല. പുറകിൽ വന്ന ഒരാൾ എന്റെ തുള്ളിയിൽ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പൂന്തറയുള്ള ഒരു മനുഷ്യനാണ്. എന്താ കരയുക? നമ്മളൊന്നുമില്ല. പിന്നെ അയാൾ എന്നെ കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ ഓതിത്തീരുന്ന 14 വർഷം എന്റെ വാപ്പയുടെ സ്ഥാനത്ത് എനിക്ക് ഭക്ഷണം തന്നത് ആ മനുഷ്യനായി. ആ മനുഷ്യൻ പൂന്തറപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടിട്ട് 9 വർഷം കഴിഞ്ഞു. ഇന്നും ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയാത്തൊരു സദസ്സുണ്ടായിട്ടില്ല. എന്റെ എല്ലാ കാസറ്റിലും പിതൃവാത്സല്യത്തോടെ എന്നെ സ്നേഹിച്ചവർ, ഞാൻ മനുഷ്യനെ കുറിച്ചാണ് ഇപ്പോഴും പറയുന്നത്. പിതൃവാത്സല്യത്തോടെ എന്നെ സ്നേഹിച്ചവർ എന്ന് ഞാൻ എന്റെ കാസറ്റിൽ ദുആയുടെ അവസാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പറയുന്ന മനുഷ്യൻ ഈ മനുഷ്യനാണ്. 15ാമത്തെ വയസ്സിൽ എന്റെ പുറകിൽ കൈത്തട്ടിയിട്ട് 12 വർഷം എനിക്ക് എന്റെ വാപ്പ തന്ന എല്ലാ സ്നേഹവും തന്ന മനുഷ്യൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തോട്ട് കടന്നു വരട്ടെ. ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്ന റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രതിഫലം യമാനിയിലേക്ക് പോകാം.
അവിടെ വന്നിട്ട് കുട്ടികളെ പിടി, എന്നിട്ട് അവരുടെ മക്കളുടെ തലയിലൊന്ന് തലോട്, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കാരണം അവർക്ക് വാപ്പയില്ല, അവർക്ക് ഉമ്മയില്ല, അവർക്ക് കിടക്കാൻ മറ്റൊരാളൊരു വീട് വെച്ചു കൊടുത്തിട്ടില്ല, അവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടില്ല, അവർക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ല. ഈ 10,000 കൂടിയ സദസ്സിൽ ഒരു ബറക്കത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ആ യതീമീങ്ങൾക്ക് താമസിക്കാൻ, അനാഥകൾക്കൊന്ന് കിടക്കാൻ, അവർക്കൊന്ന് തലചായ്ക്കാൻ, ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത പൊന്നുമക്കൾക്ക് ഒരു നേരത്തെ ഉമ്മയുടെ വാത്സല്യത്തോടെ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ ഒരു 5 ക്ലാസ് റൂം വേണം. 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ. ഞാൻ ഈ മലയോര ഗ്രാമത്തിൽ വലിയ സമ്പന്നരൊന്നുമില്ല ഉസ്താദെ, ഒരു അനാഥ കുട്ടിക്കൊന്ന് കിടക്കാൻ ഒരു 33 സ്ക്വയർ ഫീറ്റ് ഇൻഷാ അല്ലാഹ് 33,333 രൂപയാകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ ജീവിതത്തിന്റെ ഇന്നലങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നാളെ എന്റെ മക്കൾ അനാഥകളാവാതിരിക്കാൻ, എന്റെ പ്രയാസങ്ങളൊന്ന് മാറിക്കിട്ടാൻ ഈ സദസ്സിൽ നിന്ന് ആഗ്രഹത്തോടെ ഞാൻ പള്ളിക്ക് വേണ്ടി പിരിച്ചിട്ടുണ്ട്. ഇതൊരു അനാഥ കുട്ടിക്ക് വേണ്ടി, ഒരു യതീമിന് വേണ്ടി എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു 33,333 രൂപ ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം കൊടുക്കുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിന് സലാത്ത് അവസാനം മുടങ്ങുമ്പോ അതിലൊരു ഭാഗ്യവാനായി തീരാൻ സന്മനസ്സുള്ള അള്ളാഹു എനിക്ക് എന്റെ മക്കളുണ്ട്. എന്റെ മക്കൾ നല്ലവരായി വളരാൻ ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, ഒരു 33 സ്ക്വയർ ഫീറ്റ് ഒരു കുട്ടിയുടെ ഒരു താമസ സ്ഥലമായി ഇൻഷാ അല്ലാഹ് എന്റെ വക ആദ്യം ഈ സദസ്സിൽ ഒന്ന് ഓഫർ ചെയ്യാൻ ഏതെങ്കിലും സഹോദരങ്ങൾ സന്മനസ്സുള്ളവർ. ഈ സദസ്സ് എല്ലാവർക്കും അറിയാം, അത്ഭുതങ്ങളാണ് ഈ സദസ്സിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് കൈബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഉസ്താദെ, ആദ്യം ഞാൻ 66,000 ഒന്നും ചോദിക്കുന്നില്ല, 33,333 രൂപ ആദ്യ സന്മനസ്സോടെ ഈ സദസ്സിൽ ഏതാഗ്രഹമാണ് അള്ളാഹു സബലീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യം ഒരാൾ പറയുക. ബഹുമാനനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MT അബൂബക്കർ ദാരിമി, അദ്ദേഹം ഒരു എത്തിങ്ങാന നടത്തുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ എത്തിങ്ങാനയിൽ പോയി. എന്റെയും അദ്ദേഹത്തിന്റെയും പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് കബീർ സാഹിബ് ഷാർജ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ പറ. ആ മനുഷ്യരൊക്കെ ഉണ്ടെങ്കിലേ ഭൂമിയൊക്കെ നിലനിൽക്കും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ യതീംഖാനയിൽ അതിന്റെ വിദ്യാഭ്യാസ പുരോഗതി, ആ മക്കൾക്ക് പഠിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യം നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. MT അബൂബക്കർ ദാരിമി അദ്ദേഹത്തിന്റെ യതീംഖാന ഞാൻ പോയി കണ്ടു. ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇതിനു വേണ്ടി ചെയ്തു തരികയാണ്. ബഹുമാനനായ കബീർ സാഹിബ് 5 പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ ചെലവിൽ വിവാഹം കഴിച്ചു വിടുമ്പോ ഞാൻ ആ സദസ്സിൽ പങ്കെടുക്കാനെത്തി. എന്നോട് പറഞ്ഞു, ഉസ്താദെ കുട്ടികളെ നിത്യവൃത്തിക്ക് ചെലവില്ല. അൽഹംദുലില്ലാ 55 കുട്ടികൾ അല്ലെ, അവരെ ഓരോ വർഷം ഒരാളെ വെച്ച് ഞാൻ 51 കുട്ടികൾക്ക് സ്പോൺസർമാരെ ആക്കിയിട്ടാണ് ആ സദസ്സിൽ. അന്ന് ആ സദസ്സിൽ കരയാത്തവരാരുമില്ല. അദ്ദേഹം വലിയൊരു ആഗ്രഹത്തോടെ, ഞാൻ പിരിവ് തുടങ്ങിയതല്ല, ഇതൊരു ബറക്കത്തൻ ചോദിച്ചു എന്ന് മാത്രം. ബറക്കത്തൻ കടിയുന്നു. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ഈ സദസ്സ് വിശാലമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ച ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണമാണ് ക്യാൻസർ ഖുർആനിലൂടെ മോചനം. കൊപ്പത്ത് വെച്ചാൽ സംസാരിക്കുക. അതിന്റെ സംഘാടകരൊക്കെ എവിടെയുണ്ട്? യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. എല്ലാവരും സഹോദരിമാരിതാ, വനിതാ മലക്കുകളുണ്ട്, വനിതാ വാളണ്ടിയേഴ്സ് ഉണ്ട്. നിലമ്പൂര നാസ എവിടെ? നാസ മോനെ നിലമ്പൂര വഴിക്കടവില ചെക്ക് പോസ്റ്റിനപ്പുറം. അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ കേന്ദ്രമാണ് നാസ. നാസയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പ്രപഞ്ചത്തിൽ ലോകാവസാനം തുടങ്ങിക്കഴിഞ്ഞു. ഒരറ്റത്തിന് തുടങ്ങിക്കഴിഞ്ഞു. ഈ പ്രപഞ്ചം അവസാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിങ്ങനെ ഇപ്പോ തേക്കിന്റെ തടി ചെതലരിക്കണ മാതിരി അരിച്ചരിച്ച് അവസാനം കട്ടളപ്പടിയിൽ എത്രന്നേ ഉള്ളൂ. അപ്പൊ അതിപ്പോ ഇനി സ്ഥലത്തിന്റെ പേരെന്താ, പൂക്കോട്ടും പാടത്ത് എത്തേണ്ടതേ ഉള്ളൂ. സാധനം തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് നീ ഇപ്പോഴും ഉണർന്നിട്ടില്ല. മലേഷ്യയിലെ വിമാനം എവിടെ പോയി? മലേഷ്യ വിമാനം 249 യാത്രക്കാർ എവിടെ പോയി? ഒടുങ്ങിയോ? ഈ ഭൂമിയുടെ മുഴുവൻ കോണുകളിലും ഒരു ഈച്ച ബഹിരാകാശത്തൂടെ പറഞ്ഞാൽ ആ സമയത്ത് സാറ്റലൈറ്റ് ഉപഗ്രഹം വഴി നാസയിൽ സിഗ്നൽ കിട്ടും.
പക്ഷേ ഏറ്റവും വലിയ വിമാനം ബോയിങ് വിമാനം 249 യാത്രക്കാരുമായി പോയി, ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നത്തെ വാർത്ത അത് കണ്ടെത്തണമെങ്കിൽ 1 വർഷം കൂടെ വേണം. 1 വർഷം. എടാ മനുഷ്യ, നീ ഏതവനടാ? അള്ളാഹ് സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ കോണിലെവിടെയോ ലോകാവസാനം തുടങ്ങിക്കഴിഞ്ഞു. നീ ആര്? അള്ളാഹു ചോദിക്കുകയാണ്, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. മനുഷ്യനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് വകല് പറയുമ്പോ ആ സമയത്തൊക്കെ മനുഷ്യര് തമ്മാടികളെ തിരിച്ചു ചോദിക്കുകയാണ്, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. എന്നാണ് ലോകം അവസാനിക്കുക? എന്നാണ് ലോകം അവസാനിക്കുക? എന്നാണ് ലോകം അവസാനിക്കുക? ലോകാവസാനത്തിന്റെ ഒരു അടയാളം കൂടി ഞാൻ പറഞ്ഞു തരാം, ഇങ്ങോട്ട് കേൾക്കുക. ആദരവായ നബിതങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ ഇതാ തഫഖുശു, അശ്ലീലത വ്യാപകമാകുന്ന കാലം വരുമ്പോ ലോകം അവസാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അശ്ലീലത ചെയ്യുമെന്നല്ല, അശ്ലീലത വ്യാപകമാകുന്ന കാലം വരുമ്പോ ലോകാവസാനം സംഭവിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ സുലഭമായി വരുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് ചുമ്മാ മൊയ്ലിയാര് പറയണായിട്ട് നോക്കണ്ട. വാട്സപ്പും ഫേസ്ബുക്കും അന്ത്യനാളിന്റെ അടയാളമോ? ഇതാ ലഹറ തഫഖുശു, അശ്ലീലത. അശ്ലീലത നോക്കോടാ, നിങ്ങളല്ലാട്ടോ. എടാന്ന് വിളിച്ച നിങ്ങളല്ലാട്ടോ. നോക്കു മോനെ, കുട്ടികളെ ഇങ്ങോട്ട് നോക്ക്. ഞാൻ വിളിച്ചല്ലാട്ടോ. ഉണ്ടെങ്കിൽ മാപ്പാക്കണം. പെട്ടെന്ന് എന്താ പറഞ്ഞപ്പോ നിങ്ങളുടെ ഒരു സബക്കുലിസാനി ആദത്ത്. എടാന്നൊക്കെ നിങ്ങൾ വിളിക്കാൻ ഞാനാര്? എന്താ ഇതാ ലഹറ തഫഖുശു, അശ്ലീലത. അശ്ലീലത വ്യാപകമാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ബ്ലൂടൂത്തിൽ നിനക്ക് കിട്ടി, നീ അത് കണ്ട് രസിക്കലല്ല. അടുത്തവൻ എന്ത് ചെയ്തു? അടുത്തവൻ എന്ത് ചെയ്തു? സെൻഡ് ചെയ്തു കൊടുത്തു. അവൻ എന്ത് ചെയ്തു? മറ്റവനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ നല്ലൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. എന്തിനാ നിങ്ങളെ കാണിക്കണേ? ഇവിടെ നിങ്ങളെ പോലെ ഞാനും ചെറുതായിട്ട് വലുതായതാ. ഞാൻ പെട്ടെന്ന് ഉമ്മാടെ ഗർഭാശയത്തിൽ വന്നപ്പോൾ ഇത്രയും വലിയ താടി നട്ടം വെച്ചിട്ട് വന്നില്ല. ഞാൻ ചെറുതായിട്ട് വലുതായത്. ഞാൻ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി. 1 വർഷം പ്രീ ഡിഗ്രിക്ക് പോയ ആളാണ്. അതോടെ അവസാനിച്ചു. ഒരു മാസം ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് പോയി. അന്ന് ഈ +2 ഇല്ല, പ്രീ ഡിഗ്രി ഉള്ളൂ. PDC പരമദരിദ്രവാസി കോഴ്സ്. പ്രീ ഡിഗ്രിയുടെ കാലത്ത് 1 മാസം ഞാൻ പോയി. ഹിഫ്ദിന് കൊണ്ടുപോയി നിർത്തി. 10 ജുസൊക്കെ പഠിച്ചു പോയി ചാഞ്ചാട്ടം. അത് നിർത്തിയിട്ട് നേരെ കോളേജിൽ പോയി. 1 മാസം പോയി പഠിച്ചപ്പോ ഉമ്മ വർദ്ധിക്കത്തില്ല. പിന്നെ വീണ്ടും തിരിച്ച് ഹാഫിളാവാൻ പോയി. ആ ഉമ്മ ഇല്ലാന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആവൂല. അല്ലാഹു കാഫിയത്ത് കൊടുക്കും. ഫേസ്ബുക്കിൽ വന്നു, ലൈക്ക് ചെയ്തു. ഒരേ സമയത്ത് എത്ര പേര് കയ്യില? ഇതല്ലാണ്ട് റസൂൽ പറഞ്ഞത് ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും കുറിച്ചാണ്. അത് തെമ്മാടിത്തരത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോ ആളുകൾ ചോദിക്കുകയാണ്, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഇവിടെയാണ് നമ്മളെ സഹാബത്തും തമ്മിലുള്ള അന്തരമുള്ളത്. നമ്മളെ ലാഘവത്വത്തോടെ ചോദിക്കുകയാണ്, എന്നാണ് ഈ ലോകം അവസാനിക്കുന്നത്? എന്നാണ് പരലോകം വരുന്നത്? ഉസ്താദേ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ആഖിറത്തിൽ വെച്ച് കണ്ടോളാം. പക്ഷേ സഹോദരങ്ങള് സഹാബത്ത് അങ്ങനെയല്ല. അവരോട് ആരെങ്കിലും ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞു പോയാൽ അവര് നമ്മളെ പോലെ അഹങ്കാരികളല്ല, പെണ്ണേ നിന്നെ പോലെ അഹങ്കാരിയല്ല. എന്നാണ് ഈ ലോകാവസാനം? എന്നവസാനിക്കാനാണ്, എന്ന് പരലോകം വരാനാണ്. മുസ്ലിയാർ അങ്ങനെയൊക്കെ പറയും. പരമാവധി അടിച്ചു കൊടുക്കുക, സെക്കൻഡ് ഷോയ്ക്ക് ഒന്നിച്ചു പോവുക, ഗാനമേളയിൽ അടിച്ചു നിവർക്കുക. പക്ഷേ സഹോദരങ്ങളെ, ലോകാവസാനം എന്ന വാക്ക് കേട്ടപ്പോ ഞെട്ടിത്തെരിച്ചു പോയവരാണ് സഹാബത്ത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖിറത്തെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. പരലോകത്തെ കുറിച്ച്, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് പറയുമ്പോ ഒരു തെമ്മാടിയായ മനുഷ്യൻ റോഡിലൂടെ നടന്നു പോവുകയാണ്. അയാൾ റോഡിലൂടെ പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസംഗം കേട്ടു. നരകത്തെ കുറിച്ചാണ് പറയുക. നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷം ചീറ്റും പാമ്പുകൾ, ഉഗ്രന് തേളുകൾ. വർഷം 1000 എത്തിയാലും തന്നെ
അത് കുത്തിയ വേദന മാറുകില്ലേ പൊന്നേ. നരകത്തിൽ ചില പാമ്പുകളുണ്ട്. ആ പാമ്പ് നിന്റെ ശരീരത്തിലൊന്ന് കുത്തിയാൽ 1000 വർഷം കഴിഞ്ഞാലും ആദ്യത്തെ പ്രാവശ്യം കുത്തിയ വേദന മാറില്ലെന്ന് നരകത്തിന്റെ ശിക്ഷ നബിതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തമ്മാടിയായ കാട്ടാളൻ വഴിയരികിലൂടെ നടന്നു പോയപ്പോ അത് കേട്ടു. അള്ളാന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വന്നു. ഇതേപോലെ റോഡിലൂടെ പോയതാണ്. വാത് കേട്ട് കയറി വന്നതാണ്. സദസ്സിന്റെ മുമ്പിലെത്തി. അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടി, ഏറ്റവും വലിയ കാട്ടാളനാണ്. ഹബീബായ നബി തങ്ങൾ നരകത്തെ കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട ആ മനുഷ്യന്റെ ഹൃദയം പെടഞ്ഞു. താൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർമ്മ വന്നു. അയാളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് ഗണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഹദീസിനെ കാണാം. പരലോകത്തിന്റെ ആയത്ത് കേട്ടപ്പോ ആ യുവാവ് ബോധരഹിതനായി താഴെ വീണു. അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്ന് ആ ബോധരഹിതനായ തെമ്മാടിയുടെ ശിരസ്സെടുത്ത് തന്നെ മടിയിലേക്ക് വെച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ മനുഷ്യന്റെ കണ്ണടഞ്ഞു. ഹബീബായ നബിയുടെ മടിത്തട്ടിൽ കിടന്ന അയാൾ മരിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലഹുൽ ജന്നാ, ഇവന് സ്വർഗമുറപ്പാണ്, ഇവന് സ്വർഗമുറപ്പാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ശഹാദത്ത് കലിമ പറഞ്ഞതിന് ശേഷം ഒരു വഖത്ത് അയാൾ നിസ്കരിച്ചിട്ടില്ല, ഒരു തഹജ്ജുദ് അയാൾ നിസ്കരിച്ചിട്ടില്ല. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗം വാങ്ങിച്ചയാൾ. അതുവരെ തെമ്മാടിയാണ്. വാത് കേട്ടു, നന്നായി മരിച്ചു. അപ്പൊ നിങ്ങൾക്ക് സ്വർഗം നേടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സദസ്സേതാ? ഏറ്റവും വലിയ സദസ്സേതാ? പറ. ഈ സദസ് ഇവിടെ വെച്ച് മാനസാന്തരം വന്നു. ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. കൽബ് തുറക്ക്, പിരിവൊക്കെ വിട്ടു. ഇങ്ങോട്ട് നോക്ക്. ഇത് വാതിന്റെ ലാഭം. സംഘാടകരൊക്കെ കൂട്ടുമ്പോ കുഞ്ഞാപ്പ സാഹിബൊക്കെ കൂട്ടും. എത്ര ലാഭം വന്നു? അപ്പൊ ലാഭം, വാതിന്റെ ലാഭം ഇത്. അത് അവരുടെ ലാഭം, ഇത് എന്റെ ലാഭം. അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമ്മുടെ ആഖിറത്തിലെ ലാഭം. സംഘാടക കമ്മിറ്റിയുടെ ലാഭവും ഈ ലാഭവും കൂടെ കൂട്ടിയാൽ നമ്മുടെ ആഖിറത്തിലെ നോക്കുമ്പോൾ ആഖിറത്തിലെ ലാഭം. ഇനിയിപ്പൊ UPA വന്നാലും NDA വന്നാലും പ്രകടന പത്രികയിൽ ആഖിറത്തിലെ ലാഭം ഞങ്ങൾ തരാമെന്ന് പറയുമല്ലോ. ഇപ്പൊ UPA വരട്ടെ, NDA വരട്ടെ, കേന്ദ്രത്തിൽ പ്രകടന പത്രികയിൽ ആര് പ്രകടന പത്രികയാലും നിങ്ങൾക്ക് മണ്ണെണ്ണ സബ്സിഡി തരാന്നല്ലാതെ, ദുനിയാവിന് കുറവ് തരാന്നല്ലാതെ, നിങ്ങൾക്ക് അരി 2 രൂപയ്ക്ക് തരാം, മണ്ണെണ്ണയ്ക്ക് സബ്സിഡി തരാം, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കി തരാം. പക്ഷെ ആഖിറത്തിലെ ലാഭം തരാന്ന് പ്രകടന പത്രികയിൽ എഴുതാൻ ഒരു കുട്ടിക്ക് കഴിയോ? അതവർക്ക് കഴിയണമെന്നില്ല. പക്ഷെ അവിടെ നിന്നിട്ട് ആഖിറത്തിൽ ലാഭമുണ്ടാക്കിയവരുണ്ട്. വെള്ളിയാഴ്ച തന്റെ MP ആയപ്പോ തന്റെ വെള്ളിയാഴ്ച തിരക്കിന്റെ ഇടയിൽ ഓഫീസിൽ ഇരുന്നിട്ട്, അല്ലാഹുവേ, കഹ്ഫ് ഓതാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ, എന്റെ തിരക്ക് കൊണ്ട് എനിക്കിന്ന് സൂറത്തുൽ കഹ്ഫ് നഷ്ടപ്പെട്ടിട്ടല്ലോ എന്നോട്ട് കരഞ്ഞ ആളാണ് കായിദബിന്റെ ഇസ്മായിൽ സാഹിബ്. ആഖിറത്തിന്റെ ലാഭം ആർക്കും തരാൻ പറ്റില്ല. ആഖിറത്തിലെ ലാഭം ഇൻഷാ അല്ലാഹ് ഞാൻ തരാം. തെരഞ്ഞെടുപ്പ് യോഗമൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലാ അമത വലാ വിമത, അമതവും ഇല്ല വിമതവും ഇല്ല. ആഖിറത്തിലെ ലാഭം തരാം. കുട്ടിയെ ഇവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ കുറെ നാൾ കഴിയണം. ഇനി റമദാന് ശേഷമുള്ളൂ ഈ ഭാഗത്തേക്ക്. 8-ാം തീയതി ഇവിടെ ഉണ്ട്. വണ്ടൂർ ഏറിയാട്. സ്വർഗമാണ് ലക്ഷ്യം അല്ലെ? വിഷയമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം കേട്ടാ. ലാസ്റ്റ് പ്രസംഗമാണ്. ഞാനില്ല, ഞാൻ ഫുള്ള് ഗൾഫിലാണ്. അതിന് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. ആ പ്രസംഗത്തിന് വേണ്ടി മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഖത്തറിൽ പോയി. അവിടെ നേരെ വന്ന് കോഴിക്കോട് ഇറങ്ങി, നെടുമ്പാശ്ശേരി ഇറങ്ങി, കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് പ്രസംഗിച്ചു. 4:30 മണിക്ക് നെടുമ്പാശ്ശേരി എന്ന് പറഞ്ഞു. കോഴിക്കോട് ടിക്കറ്റില്ല. അവിടെ നിന്ന് വാദം നിർത്തി ഇറങ്ങി പാഞ്ഞു വരുന്ന വഴി ജുബയും കൊണ്ടുപോകണം. എന്ത് ചെയ്യും? തൃശ്ശൂർ ഒരു തട്ടുകടയുണ്ട്, നല്ല പുട്ട് കിട്ടും. അവിടെ കഴിച്ചിട്ട് എന്നും കാരണം ഒരു ഹിന്ദുവിന്റെ കടയാണ്, സഹോദരനാണ്. അവിടെ കയറി നിന്നിട്ട് ഇതിന്റെ പുറകില് മാവും ഇഡ്ഡലിയൊക്കെ തുറക്കണ ഒരു ചെറിയ കുശിനിയുണ്ട്. അവിടെ പോയി ഡ്രസ്സ് മാറി. തൃശ്ശൂര് തട്ടുകടയുടെ കുശിനിയിൽ അടുക്കള ചെന്നിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറി. ഇപ്രാവശ്യം ബഹ്റൈനിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് മാറി, പാൻറ് സൂട്ടൊക്കെ ഇട്ടു, നേരെ നെടുമ്പാശ്ശേരി കയറി പോയി. അവിടെ നിന്ന് ബഹ്റൈനിൽ ഇറങ്ങി 2 ദിവസം പ്രസംഗിച്ചു. ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് കയറി 3:30 ഫ്ലൈറ്റ് അബുദാബി. അബുദാബി ഇവിടെ ഇന്ന് വന്ന് പ്രസംഗിച്ചു. ഇന്ന് നേരെ പോവുകയാണ്
നാളെ രാവിലെ 9 മണിക്ക് മണ്ണാർക്കാട് ഒരു പരിപാടി. നാളെ 9 മണിക്ക് മണ്ണാർക്കാടുണ്ട്. നാളെ വാത് എല്ലാരും വരി. 9 മണി പകല് വാത്. നാളെ 9 മണിക്ക് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചുപോയി. നാളെ എന്റെ ആണ്ട മകന് വേണ്ടി അദ്ദേഹം ഒരു പാവപ്പെട്ടവനൊരു വീട് വെച്ചു കൊടുത്തു. അതിന്റെ താക്കോൽ ദാനവും വാദം നാളെ ഉണ്ട്. പിരിവൊന്നും ഇല്ലാത്തൊരു വാദമുണ്ട്. 9 മണിക്ക് വരുന്ന കാര്യം. അത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നേരെ പായണം വീട്ടിൽ പോയാൽ ഭാര്യയും മക്കളെ എടുത്ത് രാവിലെ അടുത്ത ഫ്ലൈറ്റിന് ദുബൈ. ഇൻഷാ അല്ലാഹ് 8-ാം തീയതി നേരെ തിരിച്ച് ഇവിടെ എറിയാടുണ്ടാവും. എറിയാടെന്നെ പേര് പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് എത്തും. എല്ലാവരും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. തട്ടുകട എന്ന ഡ്രസ്സ് മാറേണ്ട ഗതികേട് ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗത്ത്. ഇത് ആഖിറത്തിന്റെ ലാഭം ഇവിടെയാണ്. ഇവിടെ വെച്ച് നിങ്ങൾ മാറി പോയി. ഈ വാലിന്റെ ലാഭം ഏതാണ് അല്ലാഹുവേ? ഇനി മാനസാന്തരപ്പെടാൻ എനിക്ക് മറ്റൊരവസരമില്ല. വലമ്മനകലയ്യാമു മിന തൂലി ഗഫലതി ബിഅമാരി മഗ്റൂരിൻ വഅമാലി സല്ലതി. എന്റെ അശ്രദ്ധ കാരണങ്ങളാൽ എത്രയെത്ര രാവുകളാണ് എനിക്ക് കൊടിഞ്ഞു പോയത്, എത്രയെത്ര രാത്രികളാണ് തകർന്നു പോയത്, എന്റെ ആയുസ് എത്രയാണ് കിടന്നു പോയത്. ഇല്ല വഹാനാമിന ദുനിയാ ഇലല്ലാഹി റഹലതി തഫക്കറതു ഫീ ദംബി വാസലതു ദമഅതി. ഈ ദുനിയാവ് എന്നെ ചതിക്കുകയാണ്. ഇല്ല ഇവിടെ വെച്ച് ഞാൻ മാറുകയാണ്. ഇനി അല്ലാഹുവേ പൊന്നു ചെറുപ്പക്കാരികളെ ഇവിടെ വെച്ചൊരു തീരുമാനമെടുത്തിട്ട് നീ വീട്ടിൽ പോയി. രാവിലെ വാപ്പ മുട്ടി വിളിച്ചപ്പോ നീ എഴുന്നേറ്റില്ല. പക്ഷെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഉറപ്പാണ് മോളെ, ഉറപ്പാണ് മോനെ. ഒന്നും ചെയ്തില്ല, ഇവിടെ വെച്ച് തൗബ ചെയ്തു. രാത്രിയിൽ അല്ലാഹുവിനെ പേടിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റില്ല. 4 വർഷം മുമ്പ് എന്റെ 100-ലധികം സദസ്സിൽ പങ്കെടുത്ത ഇവരുടെ സ്ഥലത്ത് കോട്ടോപ്പാടത്ത് വഅദ് പറയുമ്പോ ഇതേപോലെ വഅദ് പറഞ്ഞു. വഅദ് കഴിഞ്ഞ് ആ സദസ്സിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇതേവരെ ജീവിതത്തിലെ തമ്മാടിത്തരം ചെയ്തവരാണ്. ഇന്ന് വഅദ് കേട്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. നാളെ സുബഹി മുതൽ ഞാൻ പള്ളിയിലുണ്ട് ഉസ്താദേ, ഞാൻ നന്നാവാൻ പോവുകയാണ് ഉസ്താദ്. എല്ലാ സദസ്സിലും ദുആ ചെയ്യണം. കോട്ടോപ്പാടത്ത് നിന്ന് ഞാൻ വീട്ടിലേക്ക് പോയി. രാവിലെ സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്നിറങ്ങുമ്പോ മൊബൈലിൽ ഫോൺ അടിക്കുന്നുണ്ട്. ചാടി രാവിലെ വിളിക്കുന്നതാണെന്ന് പറഞ്ഞെടുക്കുമ്പോ പെട്ടെന്ന് സംഘാടകൻ ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഇന്നലെ വഅദ് കഴിഞ്ഞ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ നാളെ സുബഹിക്ക് പള്ളിയിൽ വരുമെന്ന് പറഞ്ഞിട്ട് പോയ ചെറുപ്പക്കാരൻ അവൻ വാക്ക് പാലിച്ചു. പള്ളിയിൽ വരാ സ്കൂട്ടർ എടുത്ത് പള്ളിയിലേക്ക് വന്നതാണ്. ടാങ്കർ റോഡ് ഇടിച്ചു തെറിപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ റോഡിൽ ചടഞ്ഞടഞ്ഞു പോയി. അവൻ പ്രതിജ്ഞ എടുത്തിട്ട് പള്ളിയിലെത്തിയിട്ടില്ല. പക്ഷെ ആ പൊന്നുമോ നാളെ സ്വർഗത്തിലല്ലേ, ആ പൊന്നുമോ സ്വർഗത്തിലല്ലേ. എന്തേ ഒന്ന് ചിന്തിച്ചുകൂടാ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങളുടെ കൽമനങ്ങാത്തതെന്താ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കാരിരുമ്പിനോട് ഏറ്റുമുട്ടിയാൽ ഹൃദയത്തിന്റെ ഉടമ പാതിരാ സമയത്ത് നടക്കുമ്പോഴാണ് ഖുർആന്റെ ആയത്ത് കേൾക്കുന്നത്. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ പോവുകയാ. പേടിച്ച് വിറച്ചു ബോധരഹിതനായി താഴെ വീണു പോയി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സമയമില്ല. വന്നാസിയാതി ഗർഖ വന്നാസിതാതി നഷ്ത വസ്സാബിഖാതി സബ്ഹ വസ്സാബിഖാതി സബ്ഖ. നിന്റെ റൂഹ് പിടിച്ചിട്ട് അസ്റായീൽ വേഗതയോടെ പറന്നു പോകുമ്പോ ആയത്ത് തീർന്നില്ല. 3 സഹാബത്ത് ബോധരഹിതരായി താഴെ വീണുപോയി. അസ്റായീൽ റൂഹ് പിടിക്കുന്ന ആയത്തിനെ കേട്ടപ്പോ പെങ്ങളെ ഇന്നലതൈന അൻകാലം വജഹീമ, നരകത്തിലെ ചങ്ങലകളും
തീയുടെ കൊളുത്തുകളുമുണ്ടെന്നുള്ള ആയത്ത് കേട്ട റാബിയത്തിൽ റളിയല്ലാഹു അൻഹ ബോധരഹിതരായി താഴെ വീണു. ഈ സീരിയലിന്റെ ഈ ആഭാസത്തിന്റെ അശ്ലീലതകളെ കേൾക്കുമ്പോ അല്ലാഹുവിന്റെ തീരിനെ മറന്നു പോയവരെ, നാളെ ഒരു ദിവസം വരുന്നുണ്ട്, യഖൂലുൽ ഇൻസാനു യൗമഇദിന ഐനൽ മഫർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ദുആയുടെ മഹത്തായ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അവസാനം ഈ സൂറത്തിന്റെ പകുതി ഭാഗത്തിൽ നിർത്തുന്നു. നാളെ പരലോകമെത്തി, എല്ലാവരും ഓടുകയാണ്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിന ബിമാ ഖദ്ദമ വഅഖർ. അവൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്, ഒരായത്താണിത്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിന ബിമാ ഖദ്ദമ വഅഖർ. അവൻ മരിച്ചു കിടക്കും, മരിക്കാൻ കിടക്കുമ്പോ അസ്റായീൽ വന്ന് റൂഹ് പിടിക്കുകയാണ്, മരണത്തിന്റെ വേദനയിൽ പെടയുകയാണ്. ആ സമയത്ത് ഭാര്യയും മക്കളും നമ്മുടെ അടുത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ മലക്കുകൾ വന്നിട്ട് പറയും, നീ കരയണ്ട, ഒരാളുടെ റൂഹ് ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുകയില്ല. അവൻ ചെയ്ത സൽക്രമങ്ങൾ അവന്റെ കൺമുമ്പിൽ കാണിച്ചിട്ടല്ലാതെ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് മനസ്സിൽ വെച്ചിട്ട് പിരിയാവും. നിങ്ങൾ മടുത്ത ഉറക്കം വരണ, പിന്നെന്താ നാലുപാടി മയിൽക്കുറ്റിയുടെ മുകളിൽ പോന്തിരിക്കണവരെ തലവെട്ടിക്കണ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് എന്നെ നോക്ക്. ഒരൊറ്റ ആയത്ത്, ഒരൊറ്റ ഹദീസ്, ഇത് മാത്രം മതി. ഇനി അടുത്ത 8-ാം തീയതി വരെ പിടിച്ചിരിക്കുക. പറയട്ടെ, ഒരാളും മരിക്കാൻ കിടക്കൂലോ. ആ സമയത്ത് അവൻ സക്കറാത്ത്, പെണ്ണ് മരിക്കാൻ, നിങ്ങൾ നോക്ക്, മരിക്കും. ആഞ്ചലീന ജോളിയും മരിക്കും. എവിടെ പോയി എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നുമോൾ? ആരും മരിക്കും. മരണത്തിനാരും അതീതരല്ല. മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു, ഒരു കാമുകിയായി ഞാൻ നിന്നിലലിയുന്നു. മരണമേ നീ എത്ര സുന്ദരിയാണെന്നോ, വിരൂപനാമെന്നെ നീ എന്തിനു മോഹിച്ചു. ഈ വിരൂപൻ മരണം ഒരു പ്രേമിക്കുന്ന പെണ്ണാണ്. അത് പറഞ്ഞാലേ മനസ്സിലാവും. അസ്റായീലിനൊക്കെ വിറ്റ് മരണം എന്ന് പറഞ്ഞാൽ ഒരു കാമുകിയോടാണ് കവി ഉപയോഗിക്കുക. കവികളും ചൊക്ലീലെ പെണ്ണല്ല, കവികൾ പറഞ്ഞ നല്ല വാക്ക്. നിങ്ങൾ നോക്ക്, മരണം എന്ന് പറഞ്ഞാൽ അതൊരു സുന്ദരിയായ കാമുകി, ഉഷാറായി പിള്ളേർ. അസ്റായിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കില്ല. ആ കാമുകിയോട് നമ്മൾ ചോദിക്കുക, ഇത്ര വിരൂപനായിട്ട് നീ എന്നെ പ്രേമിച്ചെന്തിനാ? ഓ, ഞാൻ ഇത്ര കാണാൻ കൊള്ളാത്ത എന്നെ മരണമെന്ന പ്രേമ കന്യകയെ നീ എന്നെ പ്രേമിച്ചതെന്തിനാ? വിരൂപനാമെന്നെ നീ എന്തിനു മോഹിച്ചു? ഞാൻ കാണാൻ കൊള്ളാത്തവനല്ലേ, നീ സുന്ദരിയല്ലേ, മരണമേ നീ എന്നെ എന്തിനു മോഹിച്ചു? നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. തൊണ്ട വരളുന്നുണ്ടെങ്കിൽ ഭയക്കണ്ട, നാടിന്ന് നാരായ മുനകളല്ല. നിന്റെ തൊണ്ടയിലെ വെള്ളം നറ്റി, നിന്റെ നാവ് അനങ്ങുന്നില്ല. ആരെ കുറിച്ചും നീ തോന്നിയാസം പറഞ്ഞ നിന്റെ നാവ് വരണ്ടു പോയോ? പൊന്നുമോനെ, മരണസമയത്ത് അസ്റായീൽ വരുമ്പോ എന്തായിട്ട് മരിക്കണ്ടേ? കോഴിക്കോട് ജില്ലയിലെ ഒരു വീട്ടിൽ ഞാൻ പോയി. അവിടെ പ്രിയപ്പെട്ട ഗൃഹനാഥന്റെ മക്കൾ എന്നെ കാത്തു നിന്നു. ഈ കാണുന്ന ഓടിന്റെ മേൽക്കൂര താഴേക്ക് താന്നു കിടക്കുന്നുണ്ട്. തല കുനിച്ചിട്ടാണ് ഞാൻ അതിന്റെ അകത്തോട്ട് കയറിയത്. ഉസ്താദിന്റെ മക്കൾ എന്നെ കൊണ്ടുപോയി വെട്ടി വിരിച്ചിട്ടില്ലാത്തൊരു പലകക്കെട്ടിലിരുത്തി. ഞാൻ ചോദിച്ചതെന്താണ് ഈ പലകക്കെട്ടി? ഒരു താഴെ തല കുനിച്ച് കയറേണ്ട കൊച്ചു കുടിലിന്റെ മൂലഭാഗത്ത് ഒരു പലകക്കെട്ടിലിരിക്കുകയാണ്, അതിലൊരു ബെഡ് പോലുമില്ല. ഇതാരെന്ന് ചോദിച്ചപ്പോ വാപ്പ മരിക്കുന്നത് വരെ കിടന്ന കട്ടിലാണ്. ആ പലകക്കെട്ടിൽ കിടന്ന മനുഷ്യനാണെന്ന് നിങ്ങൾക്കറിയോ? ആ മനുഷ്യനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖജനാവിന്റെ താക്കോൽ ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന് അല്ലാഹു മർക്കദ. മക്കള് പറഞ്ഞു മരിക്കുന്നത് വരെ ആ ഖജനാവിന്റെ താക്കോലിന്റെ ഉടമസ്ഥൻ കിടന്നത് ഈ പെട്ടി വിരിക്കാത്ത പലകക്കെട്ടിലാണ്. അയ്യോ കുട്ടികളെ, ഞാനിരുന്നു, എന്റെ തലയുടെ പുറകിൽ എന്തോ വന്നിടിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ കഴുക്കോലിന് പ്ലാസ്റ്റിക് കയറി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ? വാപ്പ മരിക്കുന്നത് വരെ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല.
മരിക്കുന്നത് വരെ കയറി തൂങ്ങിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. ഒരു ചെറിയ തടസ്സം വരുമ്പോ നിസ്കാരം കളാക്കുന്ന പെണ്ണ് മരിക്കുന്നത് വരെ പാറന്നൂർ ഉസ്താദ് പ്ലാസ്റ്റിക് കയ്യിൽ തൂങ്ങിപ്പിടിച്ചിട്ട് നിസ്കരിച്ചു. ആഖിറത്തിൽ വരുമ്പോ ഈ പ്ലാസ്റ്റിക് കയറി ശുപാർശതയില്ലേ? പ്ലാസ്റ്റിക് കയറി ശുപാർശതയില്ലേ? അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യ കുളിപ്പിക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞ് തേച്ച് കുളിപ്പിക്ക്, ഇത് നിന്റെ അവിടുക്കത്തെ കുളിപ്പിക്കലാണ്, ഇനി നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. മരിക്കുന്നതിന്റെ തലേ ദിവസം മരണം വരുന്നുണ്ടെന്നറിഞ്ഞു. നമ്മളൊക്കെ പോകുന്ന വഴി ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. നാളെ മരിക്കുന്ന എനിക്ക് ഉറപ്പില്ല. ഇവരാണ് ലോകത്തിന്റെ ചിത്രം തെളിച്ചവർ. മരിക്കുന്നതിന്റെ തലേ ദിവസം മരിക്കുമെന്ന് ഉറപ്പിച്ചവർ. തലേ ദിവസമല്ല, 6 മാസം മുമ്പേ മകനെ അസ്ഹറിലേക്ക്, ഈജിപ്തിലേക്ക് യാത്രയാക്കുകയാണ്. മകൻ സലാം പറഞ്ഞിറങ്ങുമ്പോ മകനോട് പറഞ്ഞ, മോനെ ഈജിപ്തിൽ നീ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടിൽ നിന്ന് നിനക്ക് സഹിക്കാൻ പറ്റാത്തൊരു വാർത്ത കേൾക്കും. പക്ഷെ മോനെ തിരിച്ചു വരല്ല, മോനെ തിരിച്ചു വരാൻ പാടില്ല. 6 മാസം മുമ്പേ മരണം പറഞ്ഞു. മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി സഹോദരങ്ങളെ, തൊട്ടടുത്ത് വീടിന്റെ മുമ്പിൽ ഒരു കൊച്ചു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളി കണ്ടു. അവിടെ പോയി ഇശാ നിസ്കരിക്കുകയാണ്. 2 പേര് പുറകിൽ നിന്ന് ഇങ്ങനെ താങ്ങി പിടിച്ചു, കൈകെട്ടിയിട്ട് പാറന്നൂർ ഉസ്താദ് നിസ്കരിച്ചു. തളർന്നുപോയി. വിത്ർ നിസ്കരിക്കാൻ പള്ളിയുടെ ഈ ഓലപ്പായിൽ നീണ്ടു നിവർന്നു കിടന്നു. അവിടെ കിടന്ന് നിസ്കരിക്കുകയാണ്. ആളുകൾ ചോദിച്ചെന്തിനാ ഉസ്താദെ ഇങ്ങനെ കട്ടപ്പെട്ട് നിസ്കരിക്കുന്നത്, എന്തിനാ? പാറന്നൂർ ഉസ്താദിന്റെ മറുപടി, ഇന്നല്ലെങ്കിൽ ഏത് രാത്രിയിലാണ് ഞാൻ ഇങ്ങനെ നിസ്കരിക്കേണ്ടത്? ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണ് ഉസ്താദേ? ഉസ്താദ് പറഞ്ഞു, നാളെ ഞാൻ പോവുകയല്ലേ, ഇതെന്റെ ജീവിതത്തിൽ ഒടുക്കത്തെ രാത്രിയാണ്. ഇതെന്റെ അവസാനത്തെ രാത്രിയാണ്. ഇനി ഒരു രാത്രി എന്റെ ആയുസ്സിലില്ല. മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി വിത്തിരി നിസ്കരിക്കാൻ പായിൽ നീണ്ടു നിവർന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം പോയതെങ്ങനെയെന്നറിയോ? ഭാര്യയുടെ മടിയിൽ തല വെച്ചു. ഭാര്യ പറയാണ്, ഉസ്താദ് എന്തോ ഓതുന്നത് പോലെ തോന്നി. സക്കറാത്തിന്റെ വേദന വന്നു. ശരീരം വേർപ്പിൽ മുങ്ങിക്കുളിച്ചു. പാറന്നൂർ ഉസ്താദിന്റെ അവസാനത്തെ വാക്കേതെന്നറിയോ? യൗമ തബിയല്ലു വുജൂഹ് വതസ്വദു വുജൂഹ്. നാളെ ആഖിറത്തിൽ ചിലരുടെ മുഖം വെളുത്തിരിക്കും, ചിലരുടെ മുഖം കറുത്തിരിക്കും. അവസാനം ആ വാക്ക് പറഞ്ഞ് സഹാറത്ത് കലിമ പറഞ്ഞ് വഫാത്തായി. ഇത് സഹാബത്തിന്റെ കഥയല്ല, ഇത് താബീങ്ങളുടെ കഥയല്ല, ഇത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കഥയല്ല. 6 മാസം മുമ്പ് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു പച്ച മനുഷ്യന്റെ കഥയാണിത്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന് മരിക്കണ്ട മോനെ. ഞാൻ ഏത് വാത് പറഞ്ഞാലും മരണം പറയാത്ത വാതില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ഹദീസ് കേട്ടതിന് ശേഷമാണ് പലരും പറയും, ഉസ്താദ് ഇങ്ങനെ മരണം പറയുന്നത് എന്തിനാ, നിങ്ങളെ കരയിപ്പിക്കുന്നത് എന്തിനാ? ഹബീബായ നബിയോട് സഹാബത്ത് പറഞ്ഞു, നബിയെ ഒരു വലിയ വാദന് ഇവിടെ വന്നിട്ടുണ്ട്, അടിപൊളി വാദാണ് നബിയെ, നല്ല ഭാഷ, നല്ല സാഹിത്യം, അടിപൊളി വാദാണ് നബിയെ. മദീനയിൽ ഒരു വാദം വന്നിട്ടുണ്ട്. റസൂലുള്ള ചോദിച്ചു, അയാൾ മരണത്തെ കുറിച്ച് വാദം പറയാറുണ്ടോ? അത് തീരെ പറയാറില്ല നബിയെ. എന്നാൽ അവൻ ആഖിറത്തിന്റെ വാദനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ ഹദീസ് കേട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ മരണം പറയാത്ത വാദില്ല. അള്ളാഹു നമ്മളെ നന്നായിട്ട് മരിപ്പിച്ചു തരട്ടെ, തരട്ടെ, തരട്ടെ. അള്ളാഹു മരിപ്പിച്ചു തരട്ടെ. ശരി, മരിക്കാനുണ്ട്, നന്നായിട്ട് മരിക്കാനുണ്ടോ? ആ മരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മരിക്കാൻ പോകും, നിങ്ങൾ മരിക്കാൻ പോകും. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. കരച്ചില് തുടങ്ങി. വാപ്പ കിടന്നിട്ട് പെടയാണ്. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. വാപ്പാ വാപ്പാന്ന് മക്കൾ വിളിക്കുന്നുണ്ട്, വാപ്പയ്ക്ക് വിളിയില്ല. വാപ്പ ആഖിറത്തിലേക്ക് പോവുകയാണ്, അവസാനത്തെ യാത്ര പോവുകയാണ്. സഹോദരങ്ങളെ, ആ ഇലാഹി ഹർ ജഗാ തേരി അദാ കാ സാത്ത് ഹോ, ശാഫിയേ ദീദാർ ഹുസ്നെ മുസ്തഫ കാ സാത്ത് ഹോ. എന്റെ നബിയുടെ കൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ആ സമയത്ത് ആര് വിളിച്ചാലും കേൾക്കില്ല. ആ സമയത്ത് നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു കാഴ്ച കാണും. മലക്കുകൾ വരും. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മാമിൻകും മിൻ അഹദിന്, നിങ്ങളിൽ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ ജീവിതത്തിൽ ചെയ്ത സർവ്വ സൽക്രമങ്ങളും സർവ്വ ദുഷ്പ്രവൃത്തികളും മലക്കുകൾ അവനെ കാണിക്കും. തമ്മാടി ഇങ്ങോട്ട് നോക്കടാ, നീ പോവല്ലേ, നീ ചെയ്തതെല്ലാം എന്താ കാണിച്ചു തരും. അള്ളാഹു കാക്കട്ടെ. അത് കാണാതിരിക്കാൻ അതിനു മുമ്പ് തൗബ ചെയ്യുക. നല്ലവനാണോ? കുഞ്ഞാപ്പ സാഹിബ് മരിക്കുമ്പോ ഒരു കാഴ്ച കാണാം. എന്തേ ഇവിടെ ഇല്ലേ? ഞാൻ ആ മനുഷ്യനെ പുകഴ്ത്തിയിട്ട് പറയുന്നതല്ല. അതിന്റെ ഉസ്താദന്മാരുണ്ട്, അതിനുവേണ്ടി ഓടി നടന്ന കമ്മിറ്റിക്കാരുണ്ട്. ഈ സദസ്സ് സംഘടിപ്പിക്കാൻ ഞാൻ ഒരു ദിവസം വരില്ല എന്ന് പറയുമ്പോഴും അത് സ്വീകരിച്ചിട്ടെന്ന കിട്ടുന്ന സമയത്ത് വാന്ന് പറഞ്ഞ് ആ പ്രതിഷേധമൊക്കെ ഉള്ളിലൊതുക്കി. പക്ഷെ ഇങ്ങനെ ഒരു സദസ്സ് ഉണ്ടാക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ടവരുണ്ട്. നിങ്ങൾ ഈ ബാഡ്ജും കയ്യിലിട്ട് പോകുമ്പോ ഇതിൽക്കുന്ന പലരും എന്റെ സദസ്സ് സംഘടിപ്പിച്ചവരാണ്. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. വല്ലാഹി മരിക്കുന്ന നേരം കാണിച്ചു തരും നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഇതൊക്കെ. ഈ യതീം കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരി, ഈ സ്വർണ്ണാഭരണം നഷ്ടമല്ല. നീ മരിക്കുന്ന നേരത്ത് മലക്കുകൾ കാണിച്ചു തരും. ഈ ഒരു പൊന്നിന്റെ തിളക്കം സക്കറാത്തിൽ കാണണമെങ്കിൽ ഒരു സ്വർണ്ണാഭരണം യതീം കുട്ടികൾക്ക് ഒരു സ്വർണ്ണാഭരണം. ഒന്നിനും വേണ്ടിയല്ല, നിന്റെ സക്കറാത്തിന്റെ സമയത്തിൽ ഈ രണ്ട് സഹോദരിമാരാരെന്ന് എനിക്കറിയില്ല. ഈ 10,000-ന്റെ ഇടയിലെവിടെയോ ഈ സൗഭാഗ്യവതികൾ ഇരിക്കുന്നുണ്ട്. അതവരെ കയ്യിൽ കിടന്നതാണ്. നീ മരിക്കുന്ന നേരം ഇത് തന്നെ പെങ്ങൾ ഇങ്ങോട്ട് നോക്കുക. നീ മരിക്കുന്ന നേരം നിന്റെ കൺമുമ്പിൽ മലക്കുകൾ കാണിച്ചു തരും, ഇത് നീ ചെയ്ത സൽക്കർമ്മമാണ്. ഈ 2 ഗ്രാമിന്റെ ഈ 3 ഗ്രാമിന്റെ വില അറിയുന്നതപ്പോഴാണ്. അള്ളാഹു ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മരിക്കുന്ന നേരം ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ കണ്ടു മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആരുമില്ലാത്തവർക്ക് ഒരു അത്താണിയായി സഹോദരങ്ങൾ, അവർക്ക് നീ അത്താണിയാവണേ റബ്ബേ. അതിനപ്പുറം ഒരു ദുആ നിങ്ങൾക്ക് വേണ്ട. 59ാമത്തെ കുട്ടിക്ക് ആളായി അല്ലാഹു സ്വീകരിക്കട്ടെ. 60ാമത്തെ اللهم صل على محمد لما لاغدنا محمد خير الرسل طه المكرم صلى الله مالي حبيب سوى محمد يوم العبان به تجسم صلى الله على السماء سماء محمد جبريل قال له تقدم صلى الله ميلاد سيدنا محمد أم القرى بلد معظم صلى الله أعمار سيدنا محمد 60 في أم معظم صلى الله اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇരുന്നോളിയും കേട്ടോ. ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുന്നോളിയും, പ്രശ്നമൊന്നുമില്ല. അള്ളാഹു നമ്മുടെ മുറാദിനെ ഹാസിലാക്കി തരട്ടെ. അൽഹംദുലില്ലാ. എല്ലാ സദസ്സിലും ഇതേപോലെ 10,000 കണക്കിനുള്ള നമ്മുടെ സദസ്സിലെ ആളുകൾ കുറയുന്നില്ല, കൂടുകൾ.
അതിന്റെ പ്രധാനപ്പെട്ട കാരണം വകതൊക്കെ മാത്രമല്ല, ദുആയ്ക്ക് വേണ്ടി ഒരു വലിയ സമൂഹം, ദുആയ്ക്ക് വേണ്ടി. നമ്മുടെ അവസാന സദസ്സിലെ ദുആ, അള്ളാഹു എത്രയെത്ര മാരകമായ രോഗങ്ങൾ പ്രയാസം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഒരു സഹോദരി, ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ മർബൂബിനെ വിളിച്ചിട്ട് സഹോദരി ഭർത്താവിടെ കാണാൻ വന്നു. കുട്ടി തളർന്ന് കിടപ്പാണ്. ഉസ്താദെ, ഒരു ഉറുമ്പ് വന്ന് കടിച്ചാൽ എൻ്റെ കുട്ടിക്ക് അത് പറയാൻ കഴിയില്ല. ഇതൊരു വലിയ അവസ്ഥകൾ. അള്ളാഹു എല്ലാ പ്രയാസത്തിൽ നിന്ന് കാക്കട്ടെ. ഈ നാട്ടിലെ കഷ്ടപ്പെട്ട കൂലിപ്പണിക്കാരും കൃഷി ചെയ്യുന്നവരൊക്കെയാണ് ഈ നാട്ടിൽ കൂടി. വലിയ സമ്പന്നരൊന്നും ഉള്ള നാടല്ല. എന്നിട്ടൊരു വലിയ ഒരു സഹോദരി സ്വർണ്ണമോതിര സംഭാവന 6666 എൻ്റെ സദസ്സിലേക്ക് തന്ന 33,000 ആളുകൾ ഇവിടെയും ധാരാളം പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാപനത്തിലേക്ക് നൽകുന്നുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ, നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കുട്ടികളെ ഏറ്റെടുത്ത ഏതാണ്ട് 64 കഴിഞ്ഞ് 70ഓളം ആളുകളുണ്ട്. എല്ലാവരുടെയും പേരും നമ്പരും ഇവിടെ കിട്ടിയിട്ടില്ല. എല്ലാവരും വാത് കഴിയുമ്പോൾ വന്ന് ഈ സംഘാടകരുടെ അടുക്കൽ അവരവരുടെ പേര്, ഒരു യത്തീമായ കുട്ടിയെ നമ്മൾ ഏറ്റെടുത്തതാണ് പറഞ്ഞു. നമ്മളത് പറയാതെ ഒഴിഞ്ഞു പോയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ ബലാഹുകൾ വീട്ടിലുണ്ടാവും. നമ്മൾ വാതിനൊക്കെ ഓഫർ പറയുമ്പോൾ പെട്ടെന്ന് കൊടുത്തെടുക്കണം. നേർച്ച തീർത്തില്ലെങ്കിൽ വലിയ ബലാമുസീബത്തുകളുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ആ ഏറ്റെടുത്ത എല്ലാവരും സംഘാടകരോട് വന്ന് പറയണം. ഈ അമാനിയക്ക് വേണ്ടി അഹോരാത്രം പാടുപെടുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ ബഹുമാനരായ പ്രവർത്തകർ, ഉസ്താദന്മാർ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അഹോരാത്രം പാടുപെട്ടതിന്റെ വാളണ്ടിയേഴ്സ്, ഇവിടെ എത്തിയ ആലിമീങ്ങൾ, സാധുക്കൾ, എല്ലാവരെയും മനസ്സിൽ ഒത്തിരി ഒത്തിരി ആഗ്രഹമുണ്ട്. എല്ലാം വായിക്കാനൊന്നുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. പക്ഷെ അതെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും കേട്ടോ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയണം. കുറേ ഉണ്ടോ എവിടെ?